പ്രിയപ്പെട്ടവരെ, കവിത, ജീവിതം, രാഷ്ട്രീയം എന്ന വിഷയത്തിന്മേലാണ് നമ്മളുടെ ഈ ചർച്ച ഇവിടെ ആരംഭിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2 പാനലിസ്റ്റുകളാണ് നമുക്കിവിടെ ഉള്ളത്. ഒരാൾ എത്തിച്ചേരാമെന്ന് പറഞ്ഞെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ നിലയിൽ ഗോപികൃഷ്ണനും റോഷ്നി സ്വപ്നയുമാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത്. ഇവരുടെ ഒരു കവിതയുടെ അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ തമ്മിലുള്ള ഒരു സമാനത എന്ന് പറയുന്നത്, ഇവർ രണ്ടുപേരും ഏകദേശം 1990-കൾക്ക് ശേഷം 2000-ന്റെ ആദ്യ സമയങ്ങളിലൊക്കെ തന്നെ കവിതയിൽ സജീവമായി എഴുതി വന്നവരാണെന്നുള്ളതാണ്. അതിൽ തന്നെ കവിതയിൽ വലിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഗോപികൃഷ്ണനും റോഷ്നി ടീച്ചറും ഒക്കെ തന്നെ എഴുത്തിലേക്ക് കടന്നു വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, കവിത കുറെ കൂടെ ജനാധിപത്യവൽക്കരിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് ഇവരുടെ കടന്നുവരവ് എന്നുള്ളതാണ്. നമ്മളതിനെ അക്കാഡമിക് ആയിട്ടൊക്കെ പറയുമ്പോൾ പോസ്റ്റ് മോഡേൺ അല്ലെങ്കിൽ ഉത്തരാധുനികത എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ആ നിലയിൽ ജനാധിപത്യവൽക്കരിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ എഴുത്തിലേക്ക് വരുന്നു. അതുപോലെ തന്നെ കവിതയുടെ രൂപത്തില് അത് വളരെയധികം ബഹുസ്വരമാകുന്നു എന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ്. അരികു ജീവിതങ്ങളുടെയും അതുപോലെ കൊച്ചു കൊച്ചു ശബ്ദങ്ങളുടെയും ഒക്കെ തന്നെ വേദിയായിട്ട് അല്ലെങ്കിൽ അവരുടെ സ്വത്വത്തെ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന വലിയൊരു മാധ്യമമായിട്ട് കവിത മാറുന്നുണ്ട്. അത്തരത്തിൽ കവിതയുടെ ഭൂപടത്തിൽ തന്നെ അല്ലെങ്കിൽ അതിന്റെ മൊത്തത്തിലുള്ള ശൈലിയിലും രൂപത്തിലും തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത്തരം ബഹുസ്വര ശബ്ദങ്ങൾക്ക് വേദി ഒരുങ്ങുന്നു. ഒപ്പം തന്നെ അവിടെ ഇല്ലാതാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു സൈഡില് ഈ മുഖ്യധാരയുടെ പ്രാമാണികത്വത്തെ എല്ലാം തന്നെ കവിത ഉടച്ചു വാർക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തില് ഓരോ കവിക്കും അവരുടേതായ ഭാഷ അവർ രൂപപ്പെടുത്തുന്നുണ്ട്, ശൈലി രൂപപ്പെടുത്തുന്നുണ്ട്. പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന വൃത്തനിബദ്ധമായ ശൈലികളെയൊക്കെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ഗോപികൃഷ്ണന് ഗോപികൃഷ്ണന്റേതായിട്ടുള്ള ഒരു ശൈലി രൂപപ്പെടുന്നു, റോഷ്നി സ്വപ്നയ്ക്ക് റോഷ്നി സ്വപ്നയുടേതായിട്ടുള്ള ഒരു ശൈലി രൂപപ്പെടുന്നു, ഒരു ഭാഷ രൂപപ്പെടുന്നു. അത്തരത്തില് ഭാഷ കുറച്ചുകൂടെ പൊളിറ്റിസൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണെന്ന് പറയാൻ കഴിയും. അപ്പോൾ ഈ നിലയിലാണ് ഇവര് കവിതയിലേക്ക് വരുന്നത്. ഇപ്പം ഞാൻ ഗോപികൃഷ്ണനിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു, അതിനുശേഷം റോഷ്നി ടീച്ചറിലേക്കും പോവാം. അപ്പോൾ ഗോപികൃഷ്ണന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ ഈ പറഞ്ഞ പോലെ ആധുനികതയിൽ നിന്ന് ഉത്തരാധുനികതയിലേക്കുള്ളത്, അക്കാഡമിക്കലി പറയുമ്പോൾ അങ്ങനെയാണ് ഒരു മാറ്റം വരുന്നത്. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ പിൻഗാമികൾ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ആധുനികതയെ നിർമ്മിച്ച കുറേയധികം വ്യക്തികളുടെയാണ്. ഇപ്പോൾ കടമനിട്ടയായാലും അതുപോലെ സച്ചിദാനന്ദൻ, KGS, ഇവരൊക്കെ തന്നെ ആ ഒരു ഘട്ടത്തിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഗോപികൃഷ്ണൻ ജനിച്ചു വളരുന്ന നാട് എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂര് നമുക്കറിയാം, രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇടത് അനുഭാവത്തിലൊക്കെ തന്നെ വളരെയധികം സ്വാധീനമുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കൊടുങ്ങല്ലൂര്. അവിടെയാണ് ഈ നക്സൽ പ്രസ്ഥാനത്തിനൊക്കെ വളരെ സ്വാധീനം ചെലുത്തിയ K. വേണുവിനെ പോലെയുള്ളവര് ജനിച്ചു വളരുന്നത്. അവരുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ സച്ചിദാനന്ദനെ പോലെയുള്ള കവികൾ ഉണ്ടാകുന്നു. സാംസ്കാരിക രംഗത്ത് വള്ളുവനാടിൻ്റെതായ ഒരു ശൈലിയും ഭാഷയൊക്കെ രൂപപ്പെടുത്തി അത്തരം ഒരു അധികാരികത്വം ഉള്ളൊരു സ്ഥലം കൂടിയാണ് കൊടുങ്ങല്ലൂർ. അപ്പൊ അവിടെ ജനിച്ചു വളർന്ന ഒരാളാണ്. ഒപ്പം ഈ പറഞ്ഞതുപോലെ 90-കൾ 70-കളിലും 80-കളിലും സജീവമായി നിന്നിരുന്ന കുറെ എഴുത്തുകാരുമായിട്ട് അടുത്ത സമ്പർക്കം പുലർത്താൻ കഴിയുന്നുണ്ട്. അദ്ദേഹം തൃശ്ശൂർ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ പ്രീ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് അവിടെ സച്ചിദാനന്ദനാണ് അധ്യാപകൻ എന്ന് ഞാൻ വായിച്ച് കണ്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അദ്ദേഹം തൃശ്ശൂർ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് എത്തുന്നുണ്ട്. ആ സമയത്ത് നക്സൽ പ്രസ്ഥാനവുമായിട്ടുള്ള ഒരു ചായ്വ് അദ്ദേഹം പുലർത്തുന്നുണ്ട്. ഇത്തരത്തില് ഒരു പോയ കാലത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്ഷുഭിത യൗവനങ്ങൾ നിറഞ്ഞു നിന്നൊരു കാലഘട്ടത്തിൽ നിന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു പാത്വേ രൂപപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഒരു വഴി വെട്ടിത്തെളിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം കഥയിൽ ധാരാളം എഴുതുന്നുണ്ട്. ഗോപികൃഷ്ണൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത് കവി എന്നതിനേക്കാളിലും ഇന്ന് രാഷ്ട്രീയം വളരെയധികം സംസാരിക്കുന്ന ഒരാളായിട്ടാണ്. കാരണം ഹിന്ദുത്വ ഫാസിസത്തിനെതിരെ ഇന്ന് ആരെങ്കിലും ശബ്ദിക്കുന്ന ഒരു ലേഖനം അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രഭാഷണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം കിട്ടുക സെർച്ച് ഹിസ്റ്ററിയിൽ ഗോപികൃഷ്ണന്റേതായിട്ടായിരിക്കും. അത്തരത്തില് ഗാന്ധി മരിച്ചതല്ല, ഗാന്ധിയെ കൊന്നതാണ് എന്ന നിലയിലുള്ള രാഷ്ട്രീയ പ്രസ്താവനകൾ അദ്ദേഹം നടത്താറുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ കവിതകളിലും നമുക്ക് കാണാൻ കഴിയും. അത്തരം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടൊരു കവിതയുടെ ഒരു മുഖമായിട്ടാണ് ഗോപികൃഷ്ണൻ വരുന്നത്. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ കവിതയുടെ ഈ വഴിയിലേക്ക് ഗോപികൃഷ്ണൻ അപ്പൊ തന്നെ വേറൊരു വ്യത്യസ്തനാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശൈലിയിലും പെടാതെ നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോ ഞാനൊരു രാഷ്ട്രീയ കവിയാണെന്ന് പറയുന്നതിനോട് അദ്ദേഹം എതിർപ്പുണ്ട്. അത്തരത്തിലുള്ള ശൈലികളോടെല്ലാം തന്നെ മുഖം തിരിഞ്ഞ സമീപനം നടത്താറുണ്ട്. അപ്പോൾ കവിതയിൽ ഗോപികൃഷ്ണൻ എങ്ങനെയാണ് സ്വയം അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഗോപികൃഷ്ണനെ സംബന്ധിച്ചിട്ട് എന്താണ് കവിത എന്നുള്ളത് ചോദിച്ചുകൊണ്ട് തന്നെ തുടങ്ങുന്നു. ഉദാഹരണമായിട്ട് കഥകളി പോലെയോ നോ നാടകം പോലെയൊക്കെയുള്ള
ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരു 3000 വർഷമൊക്കെ പഴക്കമുള്ള ഒരു കലാരൂപത്തിൻ്റെ സാധാരണഗതിയിൽ നമ്മൾ ക്ലാസിക് കലകൾ എന്നാണ് വിളിക്കാറുള്ളത്. കാരണം അതിന് കാലത്തിൻ്റെ മാറ്റത്തിലധികം വ്യത്യാസങ്ങൾ വരുത്താൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ നിശ്ചിതമായ നിയമങ്ങൾക്കുള്ളിൽ തന്നെ നിന്നിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. സ്വാഭാവികമായിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരു 1900കളുടെ തുടക്കത്തിൽ കഥകളി കണ്ട ഒരാൾക്ക് അദ്ദേഹം ഇപ്പോൾ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പം കാണുമ്പോഴും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. പക്ഷെ കവിതയ്ക്ക് 3000 വർഷത്തെ പഴക്കമുണ്ടെങ്കിലും അത് നിരന്തരം മാറിക്കൊണ്ടിരുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് കവിതയെ ആരും ക്ലാസിക് കല എന്ന് വിളിക്കാറില്ല, മറിച്ച് സമകാലീന കല എന്നാണ് അതിനെ വിശേഷിപ്പിക്കാറ്. അത് അതിൻ്റെ ഉള്ളിൽ തന്നെ മാറ്റത്തിൻ്റെതായിട്ടുള്ള ഒരു എലമെന്റ് മുഴുവൻ ചരിത്രത്തിൽ മുഴുവൻ പ്രവർത്തിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് കവിത എഴുതുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരുപാട് വലിയ കവികളുണ്ട്, മഹത്തായ കാവ്യങ്ങളും നമുക്ക് പല ഭാഷകളിലായിട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് മനുഷ്യരാശിയുടെ വലിയ സ്വത്താണ്. ഇപ്പൊ മലയാളത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ശ്രീനാരായണ ഗുരു വലിയ കവിയായിരുന്നു, അല്ലെങ്കിൽ ആശാൻ വലിയ കവിയായിരുന്നു. അതിന്റെ അർത്ഥം അങ്ങനെ വലിയ കവിയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അത് തന്നെ ആവർത്തിക്കുക എന്നുള്ളതല്ല, മറിച്ച് അവരൊക്കെ തന്നിട്ടുള്ള ഊർജം ഭാഷയിൽ നിൽക്കുന്നുണ്ട്. ആ ഊർജത്തെ സമകാലീനമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് കവിയാവുക എന്നതിൻ്റെ അർത്ഥം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിൽ പാരമ്പര്യത്തെ ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശൈലിയായിട്ടോ രൂപമായിട്ടോ അല്ല കാണുന്നത്, മറിച്ച് ഊർജമായിട്ടാണ്. ആ ഊർജം സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ആ ശൈലി ആവർത്തിക്കുക, അല്ലെങ്കിൽ ആ രൂപത്തിൻ്റെ ആവർത്തനം വീണ്ടും സൃഷ്ടിക്കുക എന്നുള്ളതല്ല കവിയുടെ ദൗത്യം. അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലവും സ്ഥലവും ഒക്കെ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ട് കവിതയിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. അതേസമയം പാസ്റ്റിൻ്റെതായിട്ടുള്ളൊരു ഭൂതകാലത്തിൻ്റെതായിട്ടുള്ള വലിയൊരു ഊർജം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ത്യ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ഞാൻ കേരളം എന്നുള്ള വിട്ടിട്ട് ഇന്ത്യയിലെ തന്നെ കവിതാ രീതിയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഈ സാധാരണ മുഖ്യധാര വ്യവസ്ഥകൾക്ക് വിരുദ്ധമായ ഒരുപാട് കവികൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. വലിയ റെബല്യസ് ആയിട്ടുള്ള കവികൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പൊ സാധാരണ സ്ത്രീ കവികളൊക്കെ പറ്റി പറയുമ്പോൾ, ഇപ്പൊ യൂറോപ്പില് പോയി ഫെമിനിസ്റ്റ് കവിത അല്ലെങ്കിൽ സ്ത്രീ കവിതയുടെ ചരിത്രം പറയുകയാണെങ്കിൽ അവർക്ക് ആകെ പറയാൻ പറ്റിയ 2-3 നൂറ്റാണ്ടിന്റെ ചരിത്രമാണ്. ശരിക്കും പറഞ്ഞാൽ 20ാം നൂറ്റാണ്ട് തൊട്ടേ സ്ത്രീ കവികളുള്ളൂ. ഇന്ത്യയിൽ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്തുവിന് മുമ്പ് 10-600 കൊല്ലം നിരന്തരം കവിത എഴുതിയ സ്ത്രീകളെ കണ്ടുമുട്ടാം. ഇപ്പൊ തേരീഗാഥ എന്ന് പറയുന്ന ബുദ്ധന്റെ ഭിക്ഷുണി സംഘത്തിലുണ്ടായ ആളുകളുടെ കവിതകളുണ്ട്. അപ്പൊ അത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഇപ്പം അതിലെ ഭിക്ഷുണി മുക്ത എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. ഭിക്ഷുണി മുക്ത, എല്ലാവരെയും ഭിക്ഷുണികളാണ് ഇവര്, ഈ ബുദ്ധസംഘത്തിൽ ചേർന്നവരാണ് ഈ കവികൾ. അവര് കവിത എന്നുള്ള അർത്ഥത്തിൽ പോലും അല്ല, ഒരു തരത്തിലുള്ള അനുഭവ വിവരണത്തിന്റെ രൂപത്തിലാണ് അതൊക്കെ എഴുതിയിട്ടുള്ളത് തേരീഗാഥ. പക്ഷെ നമുക്ക് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതിന്റെ ഏറ്റവും അടുപ്പം കവിത എന്ന് പറയുന്ന രൂപത്തോടാണ്. അപ്പൊ ഭിക്ഷുണി മുക്തയുടെ കവിതയില് സ്വതന്ത്രയാക്കൂ സ്വതന്ത്രയാക്കൂ സ്വതന്ത്രയാക്കൂ, എന്നെ അടുക്കളയിലെ ഉരുളിയിൽ നിന്ന് സ്വതന്ത്രയാക്കൂ, അടുക്കളയിലെ ചട്ടുവത്തിൽ നിന്ന് സ്വതന്ത്രയാക്കൂ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൽ നിന്ന് എന്നെ സ്വതന്ത്രയാക്കൂ എന്നൊക്കെ പറയുന്ന വരികൾ കാണുമ്പോൾ അത് പുതിയ ഇത് പേര് കാലവും ഒന്നും നോക്കാതെ ഇപ്പൊ വായിക്കുകയാണെങ്കിലും പുതിയ കവിതയായിട്ട് നമുക്ക് തോന്നും. എന്ന് പറഞ്ഞാൽ അത്രയും റെബല്യസ് ആയിട്ടുള്ള ഒരു കവിതാ രീതി ഇന്ത്യയിൽ നിലനിന്നിരുന്നു. 12ാം നൂറ്റാണ്ടില് കർണാടകത്തിലെ വചനകവികൾ എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥത്തിൽ അന്നത്തെ ഒരു മുഖ്യധാര മതസമീപനത്തെ നിരന്തരം എതിർത്തിരുന്ന ആൾക്കാരാണ്. ബസോണ്ണ പോലുള്ള ഒരു കവി പറയുന്നുണ്ട്, ഞാൻ പാവാണ്, രാജാവിന് പൈസ ഉണ്ട്, രാജാവിന് പൈസ ഉള്ളതുകൊണ്ട് വലിയ ക്ഷേത്രങ്ങൾ പണിയുന്നു, ഞാൻ ദരിദ്രനായതുകൊണ്ട് അവിടെ ക്ഷേത്രത്തിന് അടിത്തറയുള്ള പോലെ തറയുള്ള പോലെ എനിക്ക് കാലുണ്ട്, ക്ഷേത്രത്തിന് ചുറ്റുമതിലുള്ള പോലെ എനിക്ക് എൻ്റെ ശരീരമുണ്ട്, ക്ഷേത്രത്തിന് ഒരു കുംഭഗോപുരമുള്ള പോലെ എനിക്ക് എൻ്റെ ശിരസ്സുണ്ട്. പക്ഷേ ഞാനും ക്ഷേത്രവും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് സ്ഥാവരമായതാണ്, അത് നിൽക്കുന്നതാണ്, അത് തകർന്നടിയും. സ്ഥാവരമായതൊക്കെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കേണ്ടി വരും. പക്ഷേ ഞാൻ ആശയമാണ്, ഞാൻ ചലിക്കുന്നതാണ്, ഞാൻ ചലിക്കുന്നത് നിലനിൽക്കുന്നു പറയുന്ന കവിത ഇത് 12ാം നൂറ്റാണ്ടിൽ ഉണ്ടാവുന്നതാണ്. അക്കമഹാദേവി നമുക്കറിയാവുന്ന പോലെ വലിയ ഇന്ത്യയിലെ പെൺകവിതയിൽ ചരിത്രം എഴുതി കഴിഞ്ഞാൽ 1ാം സ്ഥാനത്ത് വരുന്ന ഒരാളാണ് അക്കമഹാദേവി. 12ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. അവരുടെ കവിതകൾ ചിലത് ഇപ്പം ശരീരം നിഴലായി എന്നെ കുഴക്കുന്നു,
അല്ലെങ്കിൽ ജീവൻ ഹൃദയമായി എന്നെ കുഴക്കുന്നു, ഹൃദയം ഓർമ്മയായി എന്നെ കുഴക്കുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സങ്കീർണമായ ചില കവിതകളുണ്ട്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് അതൊക്കെ അന്നത്തെ മുഖ്യധാര രീതികളെ മുഴുവൻ നിരാകരിച്ചിരുന്നതാണ്. അല്ലെങ്കിൽ ലാൽ ദത്ത് പോലെ കാശ്മീരിലെ സ്ത്രീ കവി ഉണ്ട്. ലാൽ ദത്തിനെ ഹിന്ദുക്കളിൽ അല്ലേശ്വരി എന്ന് വിളിച്ചു, മുസ്ലിങ്ങള് ലല്ല ആരിഫ എന്ന് വിളിച്ചു. രണ്ടുപേരും ഒരേപോലെ ബഹുമാന്യമായി കണ്ടിരുന്ന കവിയാണ്. അവരെ എൻ്റെ ചില കവിതകൾ നോക്കുമ്പോൾ ഇപ്പം ഈ പദങ്ങൾക്ക് അതിന് ടെമ്പറേച്ചർ ഉണ്ട്, ഊഷ്മാവുണ്ടെന്ന് പറഞ്ഞ ഒരാളാണ്. ഹ എന്ന് പറയുന്നത് ചൂടാണ്, ഹൂ എന്ന് പറയുന്നത് തണുപ്പാണ് എന്ന അർത്ഥത്തിൽ അവർ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സൂഫി ട്രഡീഷനിൽ നിന്നാണ് അത് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിലെ ഈ ഇടഞ്ഞു നിൽക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യുക, ഡിസെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. വിസമ്മതം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ജനാധിപത്യം നമുക്ക് തന്നിട്ടുള്ള അവകാശം. ഈ അവകാശം ജനാധിപത്യ വ്യവസ്ഥ വരുന്നതിന് മുമ്പ് തന്നെ ഇവരൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു പാതയാണ് യഥാർത്ഥത്തിൽ കവിതയുടെ പാത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് കൈയടിക്കാൻ വേണ്ടി ലോകം മുഴുവൻ നന്നായിട്ടാണ് പോകുന്നത്. ലോകത്ത് ബലവാൻ ജയിക്കട്ടെ എന്ന് കൈയടിക്കാൻ വേണ്ടി നമുക്ക് കവിതയെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ബാക്കി വേറെ സ്ഥലത്ത് അത് ചെയ്യാവുന്നതാണ്. ഈ ആൾക്കൂട്ടത്തിൽ ഒരാളായിട്ട് ഈ വ്യവസ്ഥ മുഴുവൻ ശരിയാണ്, ചെയ്യുന്നതെല്ലാം ശരിയാണ്, ഭരണാധികാരി ജയിക്കട്ടെ എന്ന് പറയുന്നതല്ല കവിത, മറിച്ച് അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് പറയുന്ന ശബ്ദമാണ്. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ എന്നെ പ്രചോദിപ്പിച്ചതെന്ന് പറയാം. മലയാളത്തിലും അതിൻ്റെ ഒരു വലിയ ട്രഡീഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ അക്കാദമിക്കായിട്ട് നമുക്ക് ഇങ്ങനെ കാൽപ്പനിക കവി, ആധുനിക കവി, ഉത്തരാധുനിക കവി എന്നൊക്കെ വിഭജിക്കാമെങ്കിൽ പോലും യഥാർത്ഥത്തിൽ കവിതയിൽ ഇങ്ങനെ രണ്ട് ട്രഡീഷൻ ഉണ്ടെന്ന് പറയാം. ഏറ്റവും ചുരുങ്ങിയത് ഒന്ന്, നിലനിൽക്കുന്ന വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കല ഉപയോഗിക്കുന്ന ആളുകൾ, അതല്ലാതെ പറയാൻ നമുക്ക് സാധിക്കുന്ന ആളുകൾ. അപ്പൊ അല്ലാതെ പറയുന്ന ആളുകളുടെ ഒപ്പം ചേർന്ന് നിൽക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ ആവണം കവിത എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ റോഷ്നി ടീച്ചറിലേക്ക് വരുമ്പോൾ നമ്മൾ റോഷ്നി ടീച്ചർ ഇവിടെ അടുത്ത് അറിയാവുന്ന ഒരാൾ കൂടിയാണ്. ഒപ്പം തന്നെ ടീച്ചർ ധാരാളം വിവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പൊ മലയാളത്തിൽ തന്നെ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും 300ഓളം വിദേശ എഴുത്തുകാരികളുടെ, പ്രധാനപ്പെട്ട എഴുത്തുകാരികളുടെ കൃതികൾ പരിഭാഷപ്പെടുത്തുന്നത്. കവിതയിൽ ടീച്ചർ പറയുന്ന ഒരു കാര്യം, എൻ്റെ എല്ലാ കവിതകളും മറ്റൊരുവൾ എഴുതിയതാണ്. അത്തരത്തിലൊരു പരകായ പ്രവേശമായിട്ട് കവിതയെ കാണുന്ന ഒരു സമീപനം കണ്ടിട്ടുണ്ട്. അപ്പൊ ടീച്ചറെ സംബന്ധിച്ച് എന്താണ് കവിത എന്ന് പറഞ്ഞുകൊണ്ട്? എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയായിരിക്കും തോന്നുന്നു. ഗോപിയേട്ടൻ പറഞ്ഞു നിർത്തിയൊരു കാര്യമുണ്ട്, കവിത ആരുടെ കൂടെ നിൽക്കണം, എന്തിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ എഴുതി തുടങ്ങിയത് കൃത്യം 1990-ലാണ്. പക്ഷെ അതിനുശേഷം കവിത എഴുതുന്നു എന്നല്ലാതെ ആ സമയത്ത് എൻ്റെ വായനയിൽ അപ്പം ഗോപീഷ്ണക്കുള്ള ആൾക്കാർ അന്ന് എഴുതുന്നുണ്ട്, നടക്കുന്ന ഒരു സാമൂഹ്യ അവസ്ഥ അല്ലെങ്കിൽ ഭാഷയിലുണ്ടാകുന്ന ശിഥിലീകരണം നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്. എന്താണതെന്ന് ക്ലിയർ ആവുന്നില്ല. എഴുതുന്നുണ്ട്, വായിക്കുന്നുണ്ട്, പക്ഷെ കവിത തന്നെ വേണമെന്നുള്ള നിർബന്ധം എന്നുള്ളൊരു ചോദ്യം അതിപ്പോഴും എനിക്കുണ്ട്. നമുക്ക് ഭാഷ അറിയുന്ന ഒരാൾ കവിത എഴുതണമെന്ന് നിർബന്ധമില്ല. നന്നായി സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ പാട്ട് പാടണമെന്നോ ഭാഷ പഠിപ്പിക്കണമെന്നോ നിർബന്ധമില്ല. സ്വന്തം കവിതയെക്കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടുമാണ്. അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് എനിക്ക് തോന്നുന്നത് വാൾട്ട് വിറ്റ്മാൻ പറയുന്നുണ്ട്, ഐ ആം സെലിബ്രേറ്റിംഗ് മൈസെൽഫ് എന്ന് പറയും. ഞാൻ എന്നെ തന്നെ ആഘോഷിക്കുന്നു. ഇതെന്നെ സംബന്ധിച്ച് വളരെ കൃത്യമാണ്. ഞാൻ അത്ര കൃത്യതയുള്ളൊരു മനുഷ്യജീവി അല്ല എന്ന് പറയാം, ഒരു വ്യക്തിയല്ല, ഒരു മനുഷ്യനല്ല. വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ്. വളരെ സ്കാറ്റേഡ് ആയിട്ടുള്ള ഒരാളാണ്. പേഴ്സണലായിട്ട് ഒരുപാട് നെഗറ്റീവ്സ് ഉള്ള ഒരു മനുഷ്യനാണ്. ഒരേ സമയം നന്മയും തിന്മയും ഉള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു തിന്മയായിരിക്കും കുറച്ചുകൂടി കൂടുതലുണ്ടാവുക. ഞാൻ അത്ര ഒരു നല്ല ആളല്ല എന്ന് ഞാൻ പറയും. ഒരു പക്ഷേ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒന്നും എൻ്റെ ലൈഫിൽ ഇല്ല എന്ന് ഞാൻ പറയും. നേരത്തെ ഒരു അഭിമുഖത്തിൽ ചോദിച്ചപ്പം എൻ്റെ ജീവിതത്തിൽ സ്വപ്നങ്ങളുടെ കലർപ്പാണുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വേറൊരു ലോകം എപ്പോഴും എൻ്റെ കൂടെ പാരലൽ ആയിട്ടൊരു ലോകമുണ്ട്.
ഇതിനെ ആവിഷ്കരിക്കുക എന്ന് പറയുന്ന എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് എൻ്റെ കവിതയിലേക്ക് നോക്കിയാലും അറിയാൻ പറ്റും, വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഞാൻ തന്നെ പറയും. അതിൻ്റെ അകത്തേക്ക് കടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതത്ര ലഘൂകരിക്കാനുള്ളൊരു മനസ്സൊന്നും എനിക്കില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ അത്ര ഒരു ഈസി ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപാട് കോൺഫ്ലിക്റ്റുകളും ഇതിനെ ഒരുപക്ഷെ കവിതയിലേക്ക് കൊണ്ടുവരാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു കൾച്ചറൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ മ്യൂസിക്കിൻ്റെ ആയിരുന്നു. ആ ഒരു സമയത്ത് വളരെ ചെറുപ്പം തൊട്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കൽ കൾച്ചറിലാണ് ഞാൻ വന്നിട്ടുള്ളത്. വായനയുടെ ഒരു കൾച്ചറിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഓരോ സമയം കഴിയുമ്പോഴും നിരാകരിക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രഗിൾ, ഈ സ്ട്രഗിൾ ഒരു പക്ഷെ കവിതയിലേക്ക് വന്നപ്പോൾ ഒരുപാട് വർഷത്തോളം കവിത എഴുതി കൊടുക്കാതിരിക്കുക, ആരെയും കാണിക്കാതിരിക്കുക, അതിൽ തന്നെ ഞാൻ എന്നെ തന്നെ റിവൈവ് ചെയ്യുന്ന ഒരവസ്ഥ, ഞാൻ വേറൊരാളായിട്ട് മാറുന്നുണ്ട്. വളരെ പേഴ്സണലായിട്ടുള്ള ഒരു അനുഭവമാണ്. ഒരു സമയം വന്ന സമയത്ത് എനിക്ക് എന്നെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്നെ പൊളിച്ച് കളയാൻ, അതൊരു നിരാകാരത്തിൻ്റെ ലക്ഷണമൊക്കെ തന്നെയാണ്. കവിത മാത്രമേ ഉള്ളൂ എന്നുള്ളൊരവസ്ഥ വരുന്നുണ്ട്. അപ്പം വിവർത്തനത്തിനെ കുറിച്ച് ശിവദത്ത് ചോദിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഏകദേശം 850 കവിതകൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. 8 പുസ്തകങ്ങളുണ്ട്, ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇപ്പോൾ 2-3 ദിവസങ്ങളോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ചെയ്തതല്ല. ഇതൊന്ന് 94 മുതലാണ് ഞാൻ വിദേശ കവിതകൾ വായിക്കാനോ ട്രാൻസ്ലേറ്റ് ചെയ്യാനോ ഒക്കെ തുടങ്ങിയിട്ടുള്ളത്. അത് തന്നെ വന്നത് 2014-15 ആദ്യത്തെ വിവർത്തന പുസ്തകം. അത് പുസ്തകമാക്കണമെന്നൊന്നുമില്ല. ഞാൻ എന്ന വ്യക്തിയെ അല്ലെങ്കിൽ എൻ്റെ വായനയെ പുതുക്കിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രക്രിയ, ഒരു പ്രോസസ്സായിട്ടാണ് ഈ ട്രാൻസ്ലേഷൻ. പക്ഷെ അത് എപ്പോഴെങ്കിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ കവിതയുടെ ഞാൻ സ്വന്തം എഴുതുന്ന എന്തിൻ്റെങ്കിലും ഇടയിലുണ്ടാകുന്ന ഇടവേളകളിലാണ് ഈ ട്രാൻസ്ലേഷനൊക്കെ ചെയ്തിട്ടുള്ളത്. അത് ആശാനൊക്കെ പറയുന്നത് പോലെ മറ്റൊരാളായി മാറാനുള്ളൊരു വ്യഗ്രത, ഇതാണ് ഞാൻ പറയുന്നത്. മറ്റൊരു പാരലൽ, ഒരു സമാന്തര ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും കൂടെ കൊണ്ടു കിടക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ഞാൻ അത്ര ആക്സസ് ഉള്ള ഒരാളാണെന്ന്. നിങ്ങൾക്കറിയില്ല, നിങ്ങൾ എൻ്റെ അടുത്ത് പെരുമാറുമ്പോൾ നിങ്ങളാണ് പറയുന്നത്. അത്രയ്ക്ക് ഒരു ആക്സസിബിലിറ്റി ഉള്ള ഒരു ആളൊന്നുമല്ല ഞാൻ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്രമാത്രം സോഫ്റ്റ് ആണോ അത്രമാത്രം വയലൻസ് എൻ്റെ ഉള്ളിലുണ്ട്. അതാണ് വാൾട്ട് വിറ്റ്മാൻ പറഞ്ഞ ഐ എം സെലിബ്രേറ്റിംഗ് മൈസെൽഫ് എന്ന് പറയുന്ന, എൻ്റെ ഉള്ളിലെ വിനാശത്തെ വരെ ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കൊരു പക്ഷെ ഒരാൾ എൻ്റെ അടുത്ത് നെഗറ്റീവായിട്ട് പെരുമാറി കഴിഞ്ഞ് എനിക്ക് അവരോട് ചിരിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് വേറൊരു ക്വാളിറ്റി ആയിട്ട്, മനുഷ്യൻ എന്നുള്ള രീതിയിൽ ക്വാളിറ്റി ആണോ അത് ഡിസ്ക്വാളിഫിക്കേഷൻ ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു സ്വഭാവമുള്ളത്, ഈ ഒരു രീതി ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കവിതയെ വളരെ ഒപ്പം നിർത്താൻ പറ്റുന്നുണ്ട്, കൂടെ നിർത്താൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു 94 മുതലാണ് വളരെ ലൈവായിട്ട് കവിതയിൽ. മാതൃഭൂമിയിലാണ് ആദ്യം എഴുതുന്നത്. 2005-6 വരെയൊക്കെ മാതൃഭൂമിയിൽ സ്ഥിരമായിട്ട് എഴുതിയിരുന്നു. ഗോപിയേട്ടനൊക്കെ അറിയുന്നൊരു കാര്യമാണ്. എഴുതി തുടങ്ങി ഏകദേശം 10-12 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു പുസ്തകം എന്നുള്ള ചിന്ത വരെ. അത് DC Books ചോദിക്കുന്നവരെ ഞാൻ പുസ്തകം എന്നുള്ള ചിന്തയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇതൊരു പ്രോസസ്സാണെന്ന് പറയും. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇന്നിപ്പം കോവിഡിനിപ്പോൾ ഈ സ്ത്രീകളുടെ കവിതകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇന്ത്യയിലെ ഈ പറഞ്ഞ ഒരു കാലഘട്ടത്തിലെ എല്ലാ കവിതകളും വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വായിക്കുക എന്ന് പറയാൻ പറ്റില്ല, വായിച്ചു കഴിഞ്ഞു എന്നും പറയാൻ പറ്റില്ല. വായിക്കാൻ ശ്രമിക്കുക എന്നല്ലോ, എല്ലാം ശ്രമങ്ങളാണ്, ജീവിച്ചിരിക്കാൻ ശ്രമിക്കുന്നത് പോലെ. അപ്പോൾ ഇതിന് സാഫോൻ്റെ ഒരു കവിതയൊക്കെ ആയിട്ട് വേണമെങ്കിൽ സാഫോൻ്റെ ഒരു കോൺസെപ്റ്റൊക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. സാഫോ പറയുന്നുണ്ട് കവിത എല്ലാ ലിംഗഭേദങ്ങൾക്കും അപ്പുറമാണ്, എല്ലാ വിഭജനങ്ങൾക്കും അപ്പുറമാണെന്ന് പറയുന്നത്. സാഫോനെ ഞാൻ 2014 ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മളീ പറയുന്ന വിഭജനങ്ങൾ മുഴുവൻ നമ്മളുടെ ഉള്ളിലാണ്. അത് കവിതയിലോ ഭാഷയിലോ ഒന്നുമില്ല. അപ്പം ഈ വിഭജനങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു, ആ വിഭജനങ്ങളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ്റെ ഒക്കെ നമ്മൾ റൂട്ട് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇവിടെ തട്ടുകളുണ്ടെന്ന് മനസ്സിലാവുന്നു. മനുഷ്യർക്കിടയിൽ നല്ല കൃത്യമായിട്ടുള്ള തട്ടുകളുണ്ട്. നമ്മൾ പെരുമാറുമ്പോൾ അതുണ്ട്. അപ്പോൾ നമ്മളൊന്നും അതിൽ മുക്തരല്ല, അത് മുക്തരാകാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ സെഷനിൽ MR രേണുകുമാർ പറഞ്ഞു നമ്മൾ എത്രത്തോളം നമ്മൾ സ്ത്രീപക്ഷമുണ്ട് എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഒരു 10%, 20% അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പ്രാക്ടീസുകൾ കുറയുന്ന ഒരു ഒബ്സർവേഷൻ, മനുഷ്യരെ വളരെ ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇടപെടാറില്ലായിരിക്കാം, പക്ഷെ ഒരാളെ വളരെ കൃത്യമായിട്ട് അയാൾ എന്താണെന്ന് നിരീക്ഷിക്കാനോ അല്ലെങ്കിൽ അയാൾ എന്ത് ചിന്തിക്കുന്നു നിരീക്ഷിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എനിക്ക് കവിത. അപ്പോൾ അത് എത്ര ഞാൻ എന്നെക്കുറിച്ച് എഴുതിയാലും, ഒരു ഏകവചനത്തിൽ എഴുതിയാലും കുറച്ച് കഴിയുമ്പോൾ അതൊരു വലിയ ഒരു ബഹുവചനത്തിൻ്റെ ശബ്ദം
ആവാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരും. അതായത് അത്രമാത്രം സെൽഫ് സെൻറ്റേർഡ് അല്ലാത്തൊരവസ്ഥ വരും. അവിടെയാണ് നേരത്തെ ഗോപിയേട്ടൻ പറഞ്ഞ എന്തിൻ്റെ കൂടെ നിൽക്കണം, എവിടെ നിൽക്കണം, ഞാൻ എവിടെ നിൽക്കണം, എൻ്റെ കവിത എവിടെ നിൽക്കണം, എൻ്റെ ആർട്ട് എവിടെ നിൽക്കണം. ഇതിലാണ് കുറച്ചുകൂടെ രാഷ്ട്രീയപരമായിട്ട് ഇടപെടാൻ പറ്റുക എന്നുള്ളൊരു ബോധ്യം, അല്ലെങ്കിൽ കവിതയ്ക്ക് മാത്രം സാധ്യമാകുന്ന അത്തരത്തിലുള്ള ഒരു സംവേദന ക്ഷമത. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ സെഷനിലും ബംഗാൾ എന്ന കവിത 1962 ഇറങ്ങുന്ന ബംഗാളിനെ കുറിച്ച് ഇപ്പോഴും നമ്മൾ സംസാരിക്കും. കവിതയ്ക്ക് ഇത്തരത്തിൽ പൊളിറ്റിക്സ് സംസാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംവേദന ക്ഷമത ഉണ്ടെന്ന് വെച്ചത് തീർച്ചയായിട്ടും. ഒരു കാര്യം, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ കക്ഷി രാഷ്ട്രീയം എന്നാണ് പൊതുവെ വിമർശിക്കുന്നത്. അതിൻ്റെ കാരണം കക്ഷി രാഷ്ട്രീയമാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് കാണുന്നത്. യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വ്യക്തികൾ എന്ന പോലെ തന്നെ ഒരർത്ഥത്തിൽ പൗരരുമാണ്. പൗര നിയമങ്ങൾ മുഴുവൻ നമ്മളെ ബാധിക്കുന്നുണ്ട്. ഈ പൗര നിയമങ്ങൾ നമ്മുടെ വ്യക്തിഗത സത്തയെയും ബാധിക്കും. ഒരു സ്ഥലത്ത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ വ്യക്തി സത്തയെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ മൈനോറിറ്റിയിലാണ് ജനിച്ചത്, അതുകൊണ്ട് മെജോറിറ്റിയുടെ അവകാശമില്ല എന്ന് പറഞ്ഞാൽ ആ മൈനോറിറ്റിയുടെ അവകാശങ്ങൾ ഹരിക്കുന്നു. അപ്പോൾ ഈ പൗര സ്വത്വവും നമ്മുടെ വ്യക്തി സ്വത്വവും ഒക്കെ പരസ്പരം കലർന്നു നിൽക്കുന്ന ഒന്നാണ്. ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാതെ നമ്മൾ ഏതെങ്കിലും കക്ഷിയുടെ അവിടുന്ന് വരുന്ന ദൂരം അതേമാതിരി ചെയ്യുന്ന നല്ല രാഷ്ട്രീയം അത് നമ്മുടെ ഉള്ളിൽ നിന്ന് കൂടി ഉടലെടുക്കുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറഞ്ഞാൽ സംവാദ സ്വഭാവമാണ്. ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സംവാദത്തിനുള്ള സന്നദ്ധതയാണ്. ഞാൻ സുഹൃത്ത് നേരത്തെ കൊടുക്കല്ലൂരിനെ പറ്റി ചോദിച്ചപ്പോൾ കൊടുങ്ങല്ലൂരില് ഈ പലതരത്തിലുള്ള കക്ഷി രാഷ്ട്രീയ രീതികളെക്കാൾ ഉപരി കൊടുങ്ങല്ലൂരിന് ഒരു ബഹുസ്വരത ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാല് കൊടുങ്ങല്ലൂര് എല്ലാ തരത്തിലും, ഇപ്പം അവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ഉണ്ടാകുന്നത്. സെന്റ് തോമസ് വന്നു അവിടെ പള്ളി പണിതെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഇപ്പം ഹിസ്റ്റോറിക്കലായിട്ട് ഐഡന്റിഫൈ ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ അങ്ങനെ വിശ്വസിക്കപ്പെടുന്നുണ്ട്. ജൂതന്മാരുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ബഹുസ്വരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നമ്മളവിടെ വളരുമ്പോൾ ഈ ബഹുസ്വരതയെ നേരിടാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് സംവാദ സ്വഭാവമാണ് ഒരു രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കവിതയിൽ എപ്പോഴും അങ്ങനെ ഒരു ഡിബേറ്റിംഗ്, ഒരു സംവാദ സ്വഭാവം പുലർത്താൻ ഞാൻ ശ്രമിക്കുന്നു. സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ പൊസിഷൻ ക്ലാരിറ്റി ഉണ്ടാവും. ഞാൻ പറയുന്നത് ഇതാണെന്ന് പറയുന്നത് ഉറപ്പിക്കേണ്ടി വരും. അങ്ങനെ ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് ഈ സങ്കീർണമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വരും. അപ്പൊ അതിൽ പോയട്രിക്ക് ഉള്ള, കവിതയ്ക്ക് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കവിത എപ്പോഴും ഒരു പാലാണ്, രണ്ട് മനുഷ്യർക്കിടയിലുള്ള പാലാണ്. ഇപ്പം കവിത, എൻ്റെ കവിത എന്ന് പറയുമ്പോൾ അതിൽ ഓരോ വാക്കും ഞാൻ സൃഷ്ടിച്ചു പോകുന്നത്. ഓരോ വാക്കും മലയാള ഭാഷ എനിക്ക് തന്നിട്ടുള്ളതാണ്. ഞാനത് പ്രത്യേക രീതിയിൽ വിന്യസിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സൊസൈറ്റി ഉണ്ട്. കവിതയ്ക്ക് ഉള്ളിൽ തന്നെ സൊസൈറ്റി ഉണ്ട്. എത്ര ഈ പറഞ്ഞ മാതിരി എൻ്റെ കവിത എന്ന അർത്ഥത്തിൽ വ്യക്തിപരമായിട്ടുള്ളൊരു സംഗതിയാണ് കവിത എന്ന് വിശ്വസിക്കുന്ന ആൾക്കും ഇത് നിഷേധിക്കാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ ഒരുപാട് തരത്തിലുള്ള ബഹുസ്വരമായിട്ടുള്ള ഞാൻ വളർത്തുന്ന സാഹചര്യങ്ങളിൽ കിട്ടിയ കാര്യങ്ങൾ, കൊടുത്ത കാര്യങ്ങൾ, സമ്പാദിച്ചത് കിട്ടിയ അങ്ങനെ മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരർത്ഥത്തിൽ ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ്. ഒരു വലിയ തരത്തിലുള്ള സങ്കീർണമായിട്ടുള്ള ഘടനയുള്ള ജീവികളാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. അത് തന്നെ കവിതയിലേക്ക് പോകുമ്പോൾ അതിനേക്കാളും വലിയ ഒരു സ്ട്രക്ചറിലേക്ക്, വലിയ സങ്കീർണമായിട്ടുള്ള ഒരു ഘടനയിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ കവിതയ്ക്ക് മാത്രമേ സങ്കീർണതകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റൂ. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ലളിത സമവാക്യങ്ങൾ വെച്ചിട്ട് ഇന്നതാണെന്ന് പറയുന്നത് മറികടക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ ഒരു റിയൽ സെൽഫിനെയും റിയൽ വേൾഡിനെയും നേരിടണമെങ്കിൽ നിങ്ങൾ ഈ സങ്കീർണതയിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ പോകേണ്ടി വരുമ്പോൾ കിട്ടുന്ന ലാംഗ്വേജ് കവിതയായിരിക്കും. അത് വേറെ ഒന്നായിരിക്കില്ല, കവിതയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ കവിത എന്ന് പറഞ്ഞാൽ ഒരു തിരിഞ്ഞോട്ടല്ല. പണ്ട് അങ്ങനെ വിശ്വസിച്ചിരുന്നു. ഇപ്പം കാൽപ്പനിക കാലത്ത് പേഴ്സ്വർക്കൊക്കെ ഇപ്പൊ പുതിയ പരിഷ്കാരങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞ ആളാണ്, അല്ലെങ്കിൽ തിരിഞ്ഞ് നിൽക്കുന്ന ആളാണ്. അവിടെ മലയാള കവിതയിലേക്ക് ഭാരതപ്പുഴയ്ക്ക് കുറുകെ പാലം വന്നപ്പോൾ, കുട്ടികൾക്ക് ഒരു പാലം വന്നപ്പോൾ കവി അതിൽ പിന്തിരിഞ്ഞോടല്ല, അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കാതിരിക്കല്ല, അവിടെ കയറിയിട്ടാണ് ചെയ്യുന്നത്. അവിടെ കയറി എന്നിട്ടാണ് കുറ്റിപ്പുറം പാലം എന്ന് പറയുന്ന കവിത എഴുതുന്നത്. അപ്പൊ ആ അർത്ഥത്തില് നമ്മള് ലോകത്തിന്റെ സങ്കീർണതകളിൽ നിന്ന് ഓടി ഒളിക്കലല്ല കവിത എന്ന് പറയുന്ന
ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സങ്കീർണതയിൽ നേരിടുമ്പോൾ നമ്മുടെ എല്ലാ കവിതയും വിജയിക്കണമെന്നൊന്നുമില്ല. പരാജയപ്പെട്ട ലോകത്ത് ഏത് കവിയുടെ കവിത നോക്കിയാലും, ഇപ്പൊ വലിയ കവികളുടെ കവിത നോക്കിയാലും പരാജയപ്പെട്ട ഒരുപാട് കവിതകളുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ വേണ്ടത്ര ശരിയായില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് കവിതകളുണ്ടാവും. പക്ഷെ അതിന്റെ അപ്പുറം അതുപോലും ഈ പരാജയപ്പെട്ട എക്സർസൈസസ് ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ കവിതയ്ക്ക് ഇപ്പോഴും വലിയ പ്രസക്തിയുള്ള കാര്യമാണ്. അത് നമ്മൾ അബോധപൂർവ്വം അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പം ഉദാഹരണമായിട്ട് ഒരാള് ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കുകയായിരുന്നു. അതിന് കവിതാന്ന് പേരിടുന്നതിന് ഒരു പ്രശ്നം അയാൾക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു ഹോട്ടൽ തുടങ്ങി, ഹോട്ടൽ കവിതാന്ന് പേരിടാം. ആരെങ്കിലും ഓട്ടോറിക്ഷയ്ക്ക് നോവലിന് പേരിട്ട് കണ്ടിട്ടുണ്ട്, കഥാന്ന് പേരിട്ട് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഹോട്ടൽ നോവലിന് പേര് കണ്ടിട്ടുണ്ട്? ഇല്ല. എന്താ കാരണം? നമ്മുടെ അബോധത്തിൽ തന്നെ കവിതയാണ് നമ്മുടെ ഇന്റിമേറ്റ് സ്പേസ് എന്ന് പറഞ്ഞ ഒരു ഇന്റിമേറ്റ് ഭാഷയുടെ ഏറ്റവും അടുത്ത് നമ്മളോട് അടുത്ത് നിൽക്കുന്ന സ്ഥലം കവിതയാണെന്നുള്ള ആ സംഗതി അബോധത്തിൽ തന്നെ മനുഷ്യരാശിയിൽ തന്നെ വരുന്നു. അപ്പൊ ആ അർത്ഥത്തില് കവിതയാണ് നമ്മളെ മറ്റു സ്ഥലങ്ങളിലേക്ക് വായിപ്പിക്കുന്നതെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പൊ ഹിന്ദുത്വ രാഷ്ട്രീയം പോലെയുള്ള ഒരു രാഷ്ട്രീയ നുണ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ ഒരു പക്ഷേ കവി ആയതുകൊണ്ടാണ് ഇത് ശരിയല്ലെന്ന് പറയുന്നത് തോന്നുന്നത്. ആ സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് കവിയാണ് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് അത് നേരിടണമെന്ന് തോന്നുന്നത്. മാത്രമല്ല, ഈ നമ്മളീ കവിത എന്ന് വിളിക്കുമ്പോൾ പലയിടത്തും ഇപ്പൊ ഒരു നല്ല സിനിമ കാണും. ഇപ്പം റാപ്സഡി ഇൻ ആഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് നിങ്ങളുടെ ഫോണിൽ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ലാസ്റ്റ് സീൻ ഓഫ് റാപ്സഡി ഇൻ ആഗസ്റ്റ് ക്രോസോവയുടെ സിനിമയാണ്. നാഗസാക്കിയിൽ ബോംബ് വീണപ്പോൾ രക്ഷപ്പെട്ട ഒരു അമ്മൂമ്മയുടെ കഥയാണ്. ഭാഗ്യത്തിന് അവരവിടെ ഉണ്ടായിരുന്നില്ല, എന്നാൽ ദൗർഭാഗ്യത്തിന് അവരുടെ ബന്ധുക്കൾ മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ മരിച്ചുപോയി. അവസാനം ഈ അമ്മൂമ്മ കൊച്ചുമക്കളായിട്ട് ജീവിക്കുമ്പോൾ ആ ഒരു രാത്രിയിൽ ഇടി വെട്ടുമ്പോൾ ആ ബോംബ് വീണ ഓർമ്മ, നാഗസാക്കിയുടെ ഓർമ്മ അവരുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അവർ കുടയെടുത്തിട്ട് പുറത്തേക്ക് പായുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പാഞ്ഞു പോകുമ്പോൾ കുടയൊക്കെ കാറ്റത്ത് മടങ്ങി മുകളിലേക്ക് ആവുന്നുണ്ട്. പ്രായമായ സ്ത്രീയാണ്, ഒരു കുന്ന് കയറിയിട്ട് ഇങ്ങനെ ഓടുന്നു. പിന്നാലെ ഈ അമ്മൂമ്മ വീട്ടിൽ നിന്ന് പോയിന്ന് അറിഞ്ഞിട്ട് മക്കളും മരുമക്കളും ചെറുമക്കളും ഒക്കെ കൂടിയിട്ട് പിന്നാലെ ഓടുന്നുണ്ട്. ഇത് അവസാനം എത്തുമ്പോ നമ്മള് അങ്ങനെ വലിയ സംഘർഷഭരിതമായ സീനാണ്. പക്ഷെ ഓടി ഓടി അമ്മൂമ്മ നിലത്ത് വീഴുന്നുണ്ട്, കുട്ടികൾ വീഴുന്നുണ്ട്. പതുക്കെ 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 അതൊരു സന്തോഷത്തിലേക്ക് മാറുന്ന ഒന്നും പറയാതെ തന്നെ മാറുന്ന ഒരു ചിത്രീകരണമായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പൊ ഇത് കാണുമ്പോ ഇത് കവിതയുടെ സ്ട്രക്ചറാണ്, അത് സിനിമയുടെ സ്ട്രക്ചറേ അല്ല. എന്ന് പറഞ്ഞാൽ സിനിമയുടെ അടിസ്ഥാന സംഗതി അല്ല ഇതിനുള്ളിലുള്ളത്, കവിതയുടെ സ്ട്രക്ചറാണ്. അല്ലെങ്കിൽ നല്ലൊരു നോവൽ വായിക്കുമ്പോൾ പല ഭാഗങ്ങളും, ഡോസ്റ്റോവ്സ്കി പല ഭാഗങ്ങളും വായിച്ചു കഴിഞ്ഞാൽ അത് വളരെ സൂക്ഷ്മമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള കവിതയുടെ സ്ട്രക്ചറാണ്. അപ്പൊ കവിത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു പ്രത്യേക രൂപത്തിനെയാണ് പേരിട്ട് വിളിക്കുന്നതെങ്കിലും അത് എല്ലാ കലകളുടെ അന്തർലീനമായിട്ട് എടുക്കുന്ന ഒരു സംഗതിയാണ്. അതൊരു ക്വാളിറ്റിയാണ്, ഭാഷയുടെ ക്വാളിറ്റി, സംസ്കാരത്തിന്റെ ക്വാളിറ്റി, ഒരുപക്ഷെ വ്യക്തിപരമായിട്ടുള്ള ക്വാളിറ്റി, ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു പക്ഷേ അങ്ങനെ നിർവചിക്കാൻ പറ്റാത്ത ഒരു രൂപമാണ് കവിത. അതുകൊണ്ടാണ് കവിതയ്ക്ക് മിനിറ്റിന് നിർവചനങ്ങൾ ഉണ്ടാവുന്നത്. എല്ലാ കാലത്തും നിർവചനങ്ങൾ ഉണ്ടായിട്ട് കവിത വേർഡ്സ്വർത്തിന്റെ ഉണ്ട്, എലിയറ്റിന്റെ ഉണ്ട്. നിങ്ങൾക്ക് പഠിക്കുന്നവർക്ക് അറിയാം, ഒരുപാട് നിർവചനങ്ങൾ ഉണ്ടാവുന്നതിന്റെ കാരണം ഇതാണ്. ഇതിന് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളിക്കാനുള്ള ഒരു നിർവചനം നമുക്ക് സൃഷ്ടിക്കുക എളുപ്പമല്ല, അത് മാറിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നത് കവിതയെ സംബന്ധിച്ച നിയമങ്ങളോ നിർവചനങ്ങളോ സാധ്യമല്ല. നമുക്കതിനൊരു കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. നിന്റെ കവിത പഠിക്കണ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ അങ്ങനെ ചെയ്യുമായിരിക്കും, പക്ഷേ കവിതയെ സംബന്ധിച്ച് അത് സാധിക്കില്ല. എന്താണ് കവിതയുടെ നിർവചനങ്ങൾ, എന്താണ് മനുഷ്യന്റെ നിർവചനം ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റാത്ത പോലെ തന്നെയാണ് കവിതയുടെ നിർവചനം. അത് വളരെ കൃത്യമായിട്ട് കവിതയുടെ ഒരു യാത്ര, അത് നല്ല കവിതയിൽ ചരിത്രത്തിന്റെ അംശം ഉണ്ടാകുന്ന ഗവേഷണം തന്നെ പറഞ്ഞിട്ടുണ്ട്. ചരിത്ര ബോധം, സാമൂഹിക ബോധം, നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചുള്ള ബോധം, നമ്മളെ കുറിച്ച് തന്നെയുള്ള ബോധം, അതിനെക്കുറിച്ചുള്ള അബോധം ഒക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. അത് വളരെ സത്യസന്ധമായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് മനുഷ്യർക്കൊപ്പം നിൽക്കുക, അധികാരത്തിനെതിരെ സംസാരിക്കുക എന്നുള്ളത്. നേരത്തെ പറഞ്ഞ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നതിന് എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ പുനർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കക്ഷി പക്ഷ രാഷ്ട്രീയം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് കവിതയെ കൊണ്ടുവരാൻ പറ്റില്ല.
കാരണം ഇത് എപ്പോഴും സംസാരിക്കുന്നത് അതിനെതിരെയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഉള്ളിലാണെങ്കിൽ അത് അനുസരണയുടെ ഒരു പ്രത്യയശാസ്ത്രം കൂടെ പഠിപ്പിക്കുന്നുണ്ട്. കവിതയ്ക്ക് അത് അനുസരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ പുറത്ത് കടക്കേണ്ടി വരും. കവി എന്ന നിലയ്ക്ക് ഞാൻ ഒരു കക്ഷിപക്ഷ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതല്ല, പക്ഷെ എനിക്ക് കൃത്യമായ വ്യക്തി രാഷ്ട്രീയമുണ്ട്. അത് അടിസ്ഥാനപരമായിട്ട് മനുഷ്യർക്കെതിരെയും അധികാരത്തിനെതിരെയും ചൂഷണത്തിനെതിരെയും പീഡനത്തിനെതിരെയും ഒക്കെയാണ്. അപ്പോൾ തന്നെ എനിക്ക് സംസാരിക്കേണ്ടി വരും ഈ അതോറിറ്റിയുടെ. ഈ അതോറിറ്റി വിമർശിക്കുന്ന അതേ സമയത്ത് നമുക്ക് വിലക്കുകൾ കിട്ടും. ആ വിലക്കുകൾ ഏറ്റുവാങ്ങാൻ തയ്യാറാവുമ്പോഴാണ് ഒരു പക്ഷെ മനുഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നത്. എൻ്റെ കവിതയെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ലോക ജീവിതം തന്നെ നേരിടേണ്ടി വരുന്ന എല്ലാം കവിതയും നേരിടേണ്ടി വരും. അതിന് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. പക്ഷെ അതിനൊരു അതോറിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് അതിൻ്റെ അപജയമാണ്. അതുകൊണ്ട് തന്നെ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഉള്ളിലല്ല കവിയുടെ സ്ഥാനം. ഇപ്പം കവിക്ക് കവിതയുടെ രാഷ്ട്രീയം വേറെയാണ്, കലാകാരന് അയാളുടെ കലയിൽ വേറൊരു പൊളിറ്റിക്സ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സ്ഥാനം ചേർക്കേണ്ട കാര്യമില്ല. കലയിൽ തന്നെ കൃത്യമായി കല സംവദിക്കുന്ന ഇടങ്ങളും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇടങ്ങളും അത് പൊളിറ്റിക്കലാണ്. അടിസ്ഥാനപരമായിട്ട് എല്ലാ കലയും കവിതയും രാഷ്ട്രീയമാണ് പറയുന്നത്. അതിലൊരു എന്നൊക്കെ പറഞ്ഞ ഒരു ലേബിൾഡ് പൊളിറ്റിക്സ് ഉണ്ടാവില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കല എന്നുള്ള രീതിയിൽ അത് പരാജയമാവും. അപ്പോൾ കണ്ടംപററി അഫയേഴ്സ് ഡിസ്കോഴ്സുകളും ഒക്കെ തന്നെ അപഗ്രഥിക്കാൻ നമുക്ക് ഇമാജിനേഷൻ്റെ ഒരു റോളുണ്ട്. ആ ഇമാജിനേഷൻ കഴിയണം. അവിടെയാണ് റെസിസ്റ്റൻസിൻ്റെ പ്രതിരോധം എന്ന് പറയുന്നത് പ്രസക്തിയുള്ളത്. എനിക്കൊരു മനുഷ്യനായി നിന്ന് പ്രതിരോധിക്കുമ്പോഴാണ് അയാൾ കവിയാവുന്നത്, കലാകാരനാവുന്നത്. മറിച്ച് ഒരു രാഷ്ട്രീയ മനുഷ്യനായിട്ട് മാറുമ്പോൾ പൊളിറ്റിക്കൽ സ്ലേവറി എന്ന് പറയുന്ന ഒരു സാധനം വരും അവിടെ. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പുറത്താണ് എൻ്റെ പൊളിറ്റിക്കൽ സ്പേസ്. എൻ്റെ കവിതയും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണ് കൺസീവ് ചെയ്യുന്നത്. ഭാഷയുടെ കാര്യം നോക്കുമ്പോൾ ഭാഷയിൽ വളരെയധികം വ്യത്യസ്തത പുലർത്തുന്ന കുറേയധികം സമീപനങ്ങൾ കവിതകളിൽ കാണും. ഇപ്പം ബാലൻ ഭാഷ, വസന്തത്തിൻ്റെ ഇക്കിളി എന്നൊക്കെ കവിതീർത്തിൻ്റെ കവിതകളിൽ തന്നെ അത് നമുക്ക് കാണാൻ കഴിയും. എന്നുവെച്ചാൽ നിലവിലുണ്ടായിരുന്ന രീതിയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഷ ഇതുകൊണ്ടുണ്ട്. അപ്പോഴും ഒരു ഭാവുകത്വത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നത്. ഭാവുകത്വത്തെ നിർമ്മിക്കാനാണോ, ഭാവുകത്വം എന്നത് കവിതയിൽ എങ്ങനെയാണ് പുതിയ സെൻസിബിലിറ്റി ഉണ്ടാവുന്നത്? ഒരർത്ഥത്തിൽ ലോകത്തെ എല്ലാത്തിനെയും മറിച്ച് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലോകം നമ്മളോട് ഓരോന്നിനെ പറ്റിയും ഇതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതല്ല എന്ന് കാണാനുള്ള ഒരു മറിച്ചിടലാണ് സെൻസിബിലിറ്റി യഥാർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബാലമാഷ് നമുക്കെല്ലാം അറിയുന്ന പോലെ, ഞാൻ നിങ്ങളെ പോലെ തന്നെ ഞാൻ എൻ്റെ എല്ലാ അറിവുകളും സ്കൂളിൽ നിന്ന് പഠിച്ചതാണ്. അതായത് ഒരു ടീച്ചർ പഠിപ്പിച്ചതാണ്. അപ്പം എൻ്റെ നാട്ടിൽ മീൻ പിടിക്കുന്ന മുക്കുവരിൽ നിന്നല്ല ഞാൻ മീനെ പറ്റി പഠിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മീനെ പറ്റി പഠിക്കുക, ഓരോ മീനിൻ്റെ വ്യത്യാസമൊക്കെ അറിയുകയും ചെയ്യുന്ന അദ്ദേഹത്തിൽ നിന്നല്ല മീനെ പറ്റിയുള്ള എൻ്റെ ധാരണകൾ സുരൂപിച്ചു. ബാലമാഷിൽ നിന്നാണ്. ബാലമാഷ് ബോഡിയിൽ വരച്ചിട്ട മീനിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഒരു ഇൻ്റർപ്രറ്റർ എപ്പോഴും നമുക്ക് ഇടയിലുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ യാഥാർത്ഥ്യത്തിനിടയ്ക്ക് ഒരു ഇൻ്റർപ്രറ്റർ ഉണ്ട്. ഇത് മലയാള കവിതയിൽ എക്കാലത്ത് മനസ്സിലാക്കിയിട്ട് ഇപ്പം പോയി നാം ഇത്തിരി വ്യാകരണം വയലാക്കിയിട്ട് വരുന്ന ബന്ധം നാവിൽ നിന്ന് എപ്പോഴേ പോയി മറിച്ചു നാനാ ജഗന്മനോ രമ്യ ഭാഷ എന്ന് എൽശ്ശേരി പറയുന്നുണ്ട്. നാളെ ഞാൻ കുട്ടീനെ സ്കൂളിലേക്ക് അയക്കുന്നു. നീ ഇപ്പോൾ നിനക്ക് പൂമ്പാറ്റയുടെ ഭാഷ അറിയാം, അപ്പോൾ നിനക്ക് മരങ്ങളോട് സംസാരിക്കാം, അല്ലെങ്കിൽ നായോടും പൂച്ചയോടും സംസാരിക്കാം. നീ നാളെ സ്കൂളിൽ പോയി ഈ ഭാഷ പഠിച്ചു വരുമ്പോൾ നിന്റെ ഈ നാനാ ജഗന്മനോ രമ്യ ഭാഷ പോവുകയും വ്യാകരണം ആയി തീരുകയും ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പം ആ അർത്ഥത്തിൽ ഭാഷയെ പറ്റിയുള്ള ഒരു പഠനം എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ പോലെയല്ല നമുക്കുണ്ട്. ഇപ്പോൾ പെഗ്ഗി മോഹൻ എന്ന് പറയുന്ന അവരുടെ പഠിത്തിറങ്ങിയ ഒരു പുസ്തകത്തിൽ ഈ ഫാദർ ടങ് ആൻഡ് മദർലാൻഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം നിങ്ങളെല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെയുണ്ടായി എന്ന് പറയുന്നതിൻ്റെ ഒരു ചരിത്രം ഭാഷയെ കൂടെ അന്വേഷിക്കുകയാണ്. ഭാഷയെ കൂടെ അന്വേഷിക്കുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഒരു 4 മൈഗ്രേഷനൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ 65,000 വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് ഒരു കൂട്ടം മനുഷ്യർ ഇവിടെ എത്തുന്നു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മൈഗ്രേഷൻ. ലോകത്തെല്ലായിടത്തും അവിടെ നിന്നാണ് മനുഷ്യരെത്തുന്നത്. ഈ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ആൾക്കാർ എത്തുന്നത് ആഫ്രിക്കയിൽ നിന്നാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വെസ്റ്റ് ഏഷ്യയിൽ നിന്ന് ഒരു കൂട്ടം മനുഷ്യരെത്തുന്നുണ്ട്, സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ആര്യന്മാരെത്തുന്നുണ്ട്, ഈസ്റ്റ് ഏഷ്യയിൽ നിന്ന് അതിന് ശേഷം ഒരു മൈഗ്രേഷൻ ഉണ്ടാവുന്നത്. ഈ മൈഗ്രേഷൻ മുഴുവൻ ഈ വന്നിട്ടുള്ള ആളുകൾ മുഴുവൻ ആണുങ്ങളാണ് വരുന്നത്. ഓൾമോസ്റ്റ് അത് ആദ്യത്തെ മൈഗ്രേഷൻ ഒഴിച്ചും ബാക്കിയെല്ലാം മെയിൽ മൈഗ്രേഷനാണ്.
അപ്പൊ ഇവിടെ സ്ത്രീകള് പിന്നെ വംശവർദ്ധന ഉണ്ടാവുന്നത് ഇവിടെ താമസിച്ച സ്ത്രീകളുമായിട്ട് അവര് കൂടിക്കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുന്നത്. ഇത് തന്നെ നമ്മുടെ ശാസ്ത്രവും പഠിപ്പിക്കുന്നുണ്ട്. MT-DNA എന്ന് പറഞ്ഞ DNA പരിശോധന നോക്കിക്കഴിഞ്ഞാല് ഈ അമ്മയിൽ നിന്ന് കിട്ടുന്ന അംശങ്ങളാണ് ഈ MT-DNA ടെസ്റ്റ് വഴി നടത്തുന്നത്. അത് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ ജനവിഭാഗങ്ങളും MT-DNA സെയിം ആണ്. നിങ്ങൾ മുസ്ലിം എന്ന് വിളിക്കും, ഹിന്ദു എന്ന് വിളിക്കും, ക്രിസ്ത്യാനി എന്ന് വിളിക്കും, എല്ലാവരുടെയും അമ്മ വഴി ഒരു വഴിയാണ് പറയുന്ന തെളിവ് വരുന്നത്. ലാംഗ്വേജിൽ അങ്ങനെയാണ്. ബക്കിമോൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മലയാളത്തില് 3 ഘട്ടങ്ങളുണ്ട്. ഇപ്പം തമിഴ് ആയിട്ട് കൂടിക്കുറഞ്ഞൊരു ഘട്ടമുണ്ട്, അത് കഴിഞ്ഞ് സംസ്കൃതമായിട്ട് കൂടിക്കഴിഞ്ഞു, ഇപ്പൊ ഇംഗ്ലീഷ് ആയിട്ട് അല്ലേ, ഇംഗ്ലീഷ് ആയിട്ട് കൂടിക്കുഴയുമ്പോഴും സംസ്കൃതമായിട്ട് കൂടിക്കുഴയുമ്പോഴും അതല്ല തമിഴ് ഭാഷയായിട്ട് കൂടിക്കുഴയുമ്പോഴും ഒരു വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നൗൺസ് മാത്രമേ എടുക്കുള്ളൂ. ഇപ്പോ ഞാൻ ബിസി ആണെന്ന് പറയും, അല്ലെങ്കിൽ ഞാനൊരു റോട്ടി സ്വപ്നയും എന്നുള്ളതിന് റോട്ടി സ്വപ്ന ആൻഡ് ഞാൻ എന്ന് പറയില്ല നമ്മൾ. അതേസമയം ഞാനൊരു റോട്ടി സ്വപ്നയും കൂടി ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു പറയും. നൗൺസ് മാത്രമേ എടുക്കുള്ളൂ. ലാംഗ്വേജിന്റെ വ്യാകരണം മുഴുവൻ ഇവിടെ എടുത്തിരുന്നതാണ്. അതാണ് ഈ മദർലാൻഡ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഈ വ്യാകരണം സ്ട്രക്ചർ ദ്രാവിഡവും അതേസമയം നൗൺസ് മുഴുവൻ മറ്റു തരത്തിലായിത്തീരുന്നു. ഇത് തിരിച്ചു സംഭവിക്കുന്നുണ്ട്. ഇപ്പം ഈ റെട്രോഫ്ലക്സ് എന്ന് പറയുന്ന സൗണ്ട്സ് ഉണ്ട്. ഈ ടാട്ട ടാട്ടാണ എന്ന് പറയുന്ന നാട്ടു മടക്കി പറയുന്ന സാധനങ്ങളുണ്ട്. ഈ ടാട്ട ടാട്ടാണ സംസ്കൃതത്തിൽ ഇല്ല, ഉണ്ടായിരുന്നില്ല. കാരണം ഇന്ത്യക്ക് പുറത്ത് ഒരാൾക്ക് റെട്രോഫ്ലക്സ് സൗണ്ട് ഇല്ല. ആര്യൻസ് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്നാണ് ഈ അഗ്നിമേള ഒക്കെ വരുന്നത്, അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പൊ ഈ കലർപ്പ് എന്ന് പറയുന്ന ഒരു ആശയം വളരെ പ്രധാനപ്പെട്ടാണ് ഭാഷയിൽ കലർപ്പുണ്ടായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജീവിതത്തിൽ കലർപ്പുണ്ടായിരുന്നാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കലർപ്പുണ്ട്. നിങ്ങൾ ഇട്ടിട്ടുള്ള വസ്ത്രം കലർപ്പാണ്, നിങ്ങൾ പറയുന്ന ഭാഷ കലർപ്പാണ്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കലർപ്പാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പാരമ്പര്യങ്ങൾ. ഒരു കവിയുടെ ഒരു കഷ്ണത്തിൽ ഒരു ചാറ് നവിൽ വെക്കുമ്പോൾ ഈ കലർപ്പാണ് നമ്മൾ രുചിക്കുന്നതെന്ന് പറയുന്ന ഒരു വലിയ സംഗതി. അപ്പൊ ഭാഷ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻ ഉള്ള ടൂള് മാത്രമല്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഇപ്പം നിങ്ങളെ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഒരു സാധനം മേടിക്കാൻ ഉപയോഗിക്കുന്ന സാധനം മാത്രമല്ല ഭാഷ മാത്രമേ ഉള്ളൂ മനുഷ്യർക്ക് അവരുടെ അല്ലെങ്കിൽ അവളുടെ എല്ലാം അവരുടെ വീട് അതാണ് ഭാഷ. നമ്മുടെ വീടാണെന്ന് പറയും. നമ്മൾ കൊണ്ടു നടക്കുന്ന വീടാണ് ഭാഷ എന്ന് പറയുന്നത് അല്ലേ. നമ്മളെ സാധാരണ പറയും പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ, വേറെ വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാത്ത അപരിചിതം തോന്നിയാൽ നിങ്ങളുടെ കയ്യിലുള്ള മലയാളം പുസ്തകം വായിച്ച അപ്പം നാട്ടിലെത്തുന്നു പറയും. അപ്പം അത്തരം ഒരു സംഗതിയാണ് ഭാഷ എന്ന് പറഞ്ഞാൽ. ഇത് പുതിയ കവിക്ക് നിർബന്ധമായി വേണ്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഫിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംഗതിയല്ല ഭാഷ എന്ന് പറഞ്ഞാൽ. അത് ആഴത്തില് അതിലെ ഭാഷയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, നമ്മുടെ ചരിത്രം കാണാൻ പറ്റും. കവിക്ക് അത് മാത്രമേ ആ വഴിയാണ് ചരിത്രത്തിൽ എത്തുന്നത്. അല്ലാതെ കവി സംഭവങ്ങൾ കുറിച്ചെടുത്ത് അല്ല. കവിക്ക് തന്നെ എളുപ്പവഴി ഭാഷയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കിയാൽ മതി. ആ കവിത വന്ന വഴി നോക്കിയാൽ മതി. വളരെ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ ലക്ഷദ്വീപിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ എന്ന് അറിയില്ല. സുതാര്യമായ ജലാണ്. അപ്പം അവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അടിയിലെ മീനുകൾ കാണാൻ പറ്റും. പലതരത്തിലുള്ള മീനുകൾ, ചിത്രശലഭങ്ങളാണ് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ കടലിനടിയിലെ ചിത്രശലഭങ്ങൾ പോലെ കളർഫുൾ ആയിട്ടുള്ള വർണ്ണാഭമായ മീനുകൾ നടക്കുന്നതാണ്. അത് ആ സുതാര്യത ഭാഷയ്ക്കുണ്ട്. ഭാഷയിൽ അത് നോക്കണ പോലെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും അടിത്തട്ടിൽ ഉള്ള ഈ ജൈവധാതുക്കളെ വരെ കാണാൻ പറ്റും. അപ്പൊ അതാണ് സെൻസിബിലിറ്റിയുടെ ഞരമ്പ് എന്ന് പറയുന്നത്. ഈ ഞരമ്പ് വഴിയാണ് ഉണ്ടാകുന്നത്. ഒരു പുതിയ പദം നിങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അതൊരു ഫാഷൻ അല്ല. യഥാർത്ഥത്തിൽ അത് പുതിയ സെൻസിബിലിറ്റി സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമമാണ്. പുതിയൊരു സ്ട്രക്ചർ സൃഷ്ടിക്കുമ്പോൾ, ഒരു പ്രത്യേക രീതിയിലുള്ള ആഖ്യാനത്തിലൊരു സ്ട്രക്ചർ സൃഷ്ടിക്കുമ്പോൾ അത് പുതിയൊരു ഭാവുകത്വം സൃഷ്ടിക്കാനുള്ള ശ്രമമായിട്ട് വിവർത്തനത്തിലൂടെ സ്വന്തം കവിതയിൽ എന്ത് മാറ്റമാണ്? അതിന്റെ ഒരു രാഷ്ട്രീയത്തെ എങ്ങനെയാണ് വിവർത്തനം ചെയ്യാൻ തുടങ്ങി? എനിക്ക് നമ്മൾ മുസഫറൊക്കെ ആയിട്ടുള്ള കണക്ഷനും ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരു 3/4 മണിക്കൂർ ദൂരത്തിലാണ് താമസിക്കുന്നത്. ഞാൻ
കുറേ കാര്യങ്ങളായിട്ട് ഒരു എന്താ പറയുക ഒരു സുഹൃത്ത് സംഘമുണ്ട്. ഇപ്പം മുസഫർ അഹമ്മദൊക്കെ അവിടെ സ്ഥിരമായിട്ട് വരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ചുള്ളിക്കാട് സ്ഥിരമായിട്ട് എല്ലാ ഞായറാഴ്ചകളിലും തൃശ്ശൂർ വരികയും ഒരു വിദേശ കവിയെ ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് 1 മണിക്കൂർ എന്ന് പറഞ്ഞു വരും. പക്ഷെ രാവിലെ 10 മണി മുതൽ 2 മണി വരെ ഒരു കവിയെക്കുറിച്ച് പറയും. അപ്പം നമ്മുടെ വായന ആ രീതിയിൽ പോകും. അതറിയാതെ സംഭവിച്ചു പോകുന്നൊരു കാര്യമാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ചെറുപ്പത്തിലേ വായിച്ച് മലയാള പുസ്തകങ്ങളൊക്കെ തന്നെ വായിച്ച കുറേ കവികളുണ്ട്, ചൊല്ലി പഠിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞു മ്യൂസിക് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് ആശാനൊക്കെ വായിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഞാൻ കാണാതെ എനിക്കറിയാം ചൊല്ലി പഠിച്ചിട്ട്. അതുപോലെ തന്നെ വെബ്സൈഡ് ഗസ്റ്റുകൾ, കവിതകൾ. അപ്പം ഇങ്ങനെയുള്ളൊരു മെമ്മറി, ഓർമ്മയിൽ പ്രവർത്തിച്ച ചില കവിതകളും ചില പാട്ടുകളും ഒക്കെ ഉണ്ട്. അതാണ് പിൽക്കാലത്ത് പിന്നെ വായിക്കാൻ പറ്റുന്ന സമയത്ത് ഇതാണല്ലോ. അപ്പം ആശാനൊക്കെ ഞാൻ വായിക്കുന്നത് 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലൊക്കെ വരുമ്പോഴാണ്. ആ സമയത്താണ് ഞാൻ മലയാളമൊക്കെ പഠിക്കുന്നത് തന്നെ. സ്കൂളിൽ മലയാളം ഉണ്ടായിരുന്നില്ല, പഠിച്ച 2 സ്കൂളുകളിൽ. അപ്പോൾ ആ സമയത്ത് ആശാനെ വായിക്കുമ്പോൾ ഞാൻ ചൊല്ലി എൻ്റെ മൈൻഡിലുള്ള ഒരു കവിതയാണ്. ഇതേപോലെ തന്നെയാണ് വിദേശ കവികളെ ചെറുപ്പത്തിൽ വായിച്ചത്. പിന്നീട് ഓരോ കാലഘട്ടങ്ങളിലും വായിക്കുമ്പോൾ ഓരോ കവിയായിട്ട് അനുഭവപ്പെടുന്നു. 20 വയസ്സുകളിൽ വായിക്കുമ്പോൾ 30കളിൽ വായിക്കുമ്പോൾ ഒക്കെ തന്നെ ട്രാൻസ്ലേഷൻസ് വരുന്നുണ്ട്. ഇത് എന്നെ മാറ്റിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവർ ചെയ്യാത്തൊരു വാക്കിനെ കുറിച്ച് ആലോചിക്കാൻ ഒരു പ്രേരണ. ഇപ്പം ഹോളോവിനൊക്കെ വായിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ യൂണിവേഴ്സിനൊക്കെ വായിക്കുന്ന സമയത്ത്, ദർവീഷിനെ വായിക്കുന്ന സമയത്ത്, പ്രസവനെ വായിക്കുന്ന സമയത്തൊക്കെ തന്നെ ഭാഷയിലേക്ക് കൂടുതൽ അല്ലെങ്കിൽ ഇവരുണ്ടാക്കുന്ന ഒരു കൾച്ചറൽ സ്പേസിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനോ അല്ലെങ്കിൽ അതിന് സമാനമായിട്ട് സൃഷ്ടിക്കാനല്ല, അതല്ലാത്തൊരു ലോകം ഉണ്ടാക്കാൻ നോക്കി. നമ്മുടെ വായനയുടെ ലോകം വലുതായി വരികയാണ്. ഒരു എന്താ പറയുക സ്പേസ് ഇങ്ങനെയാണ് വളർത്തുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്നത് അതൊന്നും അല്ലാത്ത എൻ്റേത് മാത്രമായിട്ടുള്ളൊരു. ഇപ്പോൾ ഹോലോവിൻ്റെ ഒരു കവിത പറയുന്നുണ്ട്, നിങ്ങൾ എത്ര തന്നെ ലോകത്തിനെ നിരീക്ഷിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ഒരു ചെറിയ ചിമ്മിഴി ലോകം ഉണ്ടാവും. അതിനെ കണ്ടെത്തലാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൽ ഒരിക്കലും മറ്റ് കവിതകളോ മറ്റ് കവികളോ സ്വാധീനിച്ചിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റും. ഇപ്പം ആശാനെ വായിക്കുമ്പോഴും ഞാൻ ആശാനെ വായിക്കില്ല, ആശാനെ കാണുകയായിരുന്നു ചെയ്യുന്നത്. കാണാൻ പറ്റുന്ന പോകില്ല, ഒരു ഇമേജായിട്ട് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ പറ്റുമോ. ഇപ്പം കണ്ണടച്ചാൽ നമുക്ക് ഒരാളെ കാണാൻ പറ്റുന്നത് പോലെ കണ്ണടച്ചാൽ ഒരു കവിത മനസ്സിലേക്ക് വരിക, അല്ലെങ്കിൽ ഒരു ആശയം മനസ്സിലേക്ക് വരിക എന്നുള്ള പോലെയാണ് വിദേശ മറ്റു കവികൾ. കോവിഷൻ അടക്കമുള്ള കവികളെ നമ്മൾ എന്താ പറയുക സ്വാംശീകരിക്കുന്നതാണ്. അപ്പം ട്രാൻസ്ലേഷൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്ത ട്രാൻസ്ലേഷൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഒരു ഇംഗ്ലീഷ് പുസ്തകത്തിനെ കുറിച്ച് റിവ്യൂ ആണ്. എൻ്റെ ആദ്യത്തെ എഴുത്ത് അതാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കഥയാണ്. അത് എ ടെയിൽ ഓഫ് 2 സിറ്റീസ് എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ് അന്ന് വായിക്കാൻ കിട്ടിയത്. അതിനെക്കുറിച്ചൊരു ലേഖനം, ചെറിയൊരു കുറിപ്പ്, ഒരു കുട്ടി എഴുതിയൊരു കുറിപ്പ്. അന്ന് വിനേന്ദ്ര മാഷ് വീട്ടിൽ വരികയും ചെന്ന സുഹൃത്തായിരുന്നു. അത് കൊണ്ടുപോയി നേരെ ബാത്റൂമിൽ ബാലവാക്തിയിലിടുകയും ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ആത്മനിന്ദ തോന്നിയൊരു സമയമാണ്. കാരണം നമ്മൾ എഴുതി വളരെ രഹസ്യമായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്ത സാധനം വന്നു. പിന്നെ ഈ ഒരു വായന കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നൊരു 10ാം ക്ലാസ് 15 വയസ്സിനുള്ളിൽ ലോക ക്ലാസ്സിൽ മുഴുവൻ വായിക്കുകയാണ്. വീട്ടിലുണ്ടായിരുന്നു, വീട്ടിൽ കളക്ഷൻ ഉണ്ട്. പക്ഷെ അതിനെപ്പോഴും വിവർത്തനം ചെയ്യണമെന്നൊരു താല്പര്യമുണ്ടായിരുന്നില്ല. വിവർത്തനം ശരിക്കും ചെയ്തു തുടങ്ങിയതുണ്ടായിരുന്നു. 94 കവിത എഴുതി തുടങ്ങിയതിന് ശേഷം വിവർത്തനം ചെയ്യുന്നത് 2000-ലാണ്. അതിൽ എനിക്കൊരുപാട് ഇവരെ പോലുള്ള, ഇപ്പോൾ ഞാനും വിഷ്ണുവും ഒക്കെ തുടങ്ങിയൊരു ഫിലിം സൊസൈറ്റി ആയിട്ട് തൃശ്ശൂരിൽ. ഞങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു പക്ഷേ സൈലൻസിൽ കൂടെയാവും, ലോക സിനിമകളിൽ കൂടെ ഇങ്ങനെ പോകുന്ന വേറൊരു ജീവിതമുണ്ട് ഞങ്ങൾക്കൊക്കെ. എനിക്ക് തോന്നുന്നത് വിഷ്ണു അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പം അവിടെ നിന്ന് കിട്ടുന്ന ചില അനുഭവങ്ങളുണ്ട്. അത് കവിതയിലേക്ക് എങ്ങനെയാണ് ഞാൻ സിനിമ കാണുന്നത് കവിതയ്ക്ക് വളരെ സെൽഫിഷായിട്ടുള്ള സിനിമ കാണാം. അതിനുവേണ്ടി തന്നെയാണ് സിനിമ കാണാൻ പോയി പഠിച്ചതൊക്കെ. ഇവർ തന്നെയാണ് എന്നെ പൂനാ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വിടുന്നത്, ഒരു പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് സ്കോളർഷിപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് ട്രാൻസ്ലേഷൻ ഒരിക്കലും സ്വാധീനിക്കുകയല്ല ചെയ്തിട്ടുണ്ട്. എൻ്റെ ലോകത്തിന് വിശാലമാക്കാൻ വേറെ ലോകങ്ങളെ ഖനനം ചെയ്തെടുക്കാനുള്ള. ഇപ്പോഴും ഞാൻ എൻ്റെ 6 ട്രാൻസ്ലേഷൻ പുസ്തകം ഒരുമിച്ച് മെയിൽ വരുന്നുണ്ട്. 6 ലോക ക്ലാസിക് കവികളെ കുറിച്ചിട്ട്. ഇത് കഴിഞ്ഞാലും എനിക്കൊരു പക്ഷേ ആ കവിത തന്നെ ഞാൻ 5 വർഷം കഴിഞ്ഞാണെങ്കിൽ ആ പുസ്തകം ഇറങ്ങി പിറ്റേ ദിവസം വായിച്ചാൽ വേറെ കവിതയായിട്ട് എനിക്ക് അനുഭവപ്പെടാം. വിവർത്തനത്തിൻ്റെ ഒരു സാധ്യതയല്ല. അപ്പം അമോസോസിനെയൊക്കെ വോയിഷ്ണാട്ടം ചെയ്തിട്ടുണ്ട് അതേ കടലിൽ. അപ്പം അതേ കടൽ വായിക്കുന്ന സമയത്ത് നമുക്ക് ഒറിജിനൽ ടെക്സ്റ്റ് നമുക്ക് അറിയില്ല, അത് വേറെ ഭാഷയിലാണ്.
ഇംഗ്ലീഷാണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷേ വിവർത്തനം മനുഷ്യനെ നന്നായിട്ട് മാറ്റുന്നതാണ്. നമ്മളല്ലാത്ത കുറച്ചുകൂടി നല്ല ആളായിട്ട് മാറാം. നല്ല ആളെന്ന് പറയാൻ പറ്റില്ല, വേറൊരാളായിട്ട് മാറും വിവർത്തനം. അതൊരു പക്ഷേ സ്വന്തം എഴുത്തിനെ സഹായിക്കും. ആ സഹായം നമ്മൾ സ്വീകരിക്കുന്നത് അനുകരണമായിട്ടല്ല, മറിച്ച് നമ്മൾ വിദ്യാർത്ഥികളും വായനയുടെ ഒരു വലിയ ധാരാളം വായിക്കുന്ന ഒരാളും കൂടിയാണ്. അത് നോക്കുമ്പോൾ കവിതയിൽ ഒരു കവിത്വം എന്ന് പറയുന്നത് അങ്ങനെ ആർജിതമായി കിട്ടിയതോ അതിൻ്റെ പാരമ്പര്യമായിട്ട് കിട്ടിയതോ ഈ വായിച്ചതിൻ്റെയോ തന്നെ അതുകൊണ്ട് തന്നെ അതിൻ്റെ പൊളിറ്റിക്സിലൊക്കെ തന്നെ അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ യാദർശികത എന്നുള്ളത് അധികം കാണാൻ കഴിയുന്നില്ല കവിതത്തിൽ തന്നെ. കവിത്വം എന്ന് പറയുന്നത് എങ്ങനെയാണ് വീട്ടിൽ തന്നെയാണ് കവിത എല്ലാ മനുഷ്യരും ആർട്ടിസ്റ്റുകളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് മനുഷ്യൻ ജനിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കലയുടെ ഒരു അംശം കയറിയിട്ടാണ്. നിങ്ങളൊരു കൊച്ചു കുട്ടിയുടെ കയ്യിൽ പെൻസിൽ കൊടുത്ത് നോക്കിയാൽ ആ കൊച്ചുകുട്ടി ഒന്നും അറിയാത്ത ആ കുട്ടി കുറച്ച് കഴിയുമ്പോൾ അത് വരയ്ക്കാൻ നിർമ്മിക്കും. അവൻ പോയി അവനല്ലെങ്കിൽ അവൻ പോയിട്ട് അടുത്ത ചുമരിൽ നിൽക്കാൻ പറ്റുന്ന കുട്ടിയാണെങ്കിൽ എന്തെങ്കിലും കുട്ടികൾ കൂടി അതിൽ നിന്ന് കിട്ടുന്ന ആത്മാനന്ദത്തിന് അച്ഛനമ്മയാണ് തല്ലി നശിപ്പിക്കുന്നത്. നാളെ മുതൽ അത് എൻ്റെ പൈസ കൊണ്ട് കൊടുത്ത നേരമല്ലാക്കി പെയിൻ്റടിച്ച ചുമരാണ്, അതുകൊണ്ട് നീ ബുദ്ധി വരയ്ക്കാൻ പറ്റുന്ന ബോധിപ്പിക്കുന്നത് മുതിർന്ന തലമുറയാണ്. എന്ന് പറഞ്ഞാൽ ഈ ആർട്ടിസ്റ്റിന്റെ ചെറുപ്പത്തിലെ തന്നെ തല്ലി കൊഴുക്കുന്ന ഒരു സൊസൈറ്റി നമ്മളുണ്ട്. അപ്പം ആ അർത്ഥത്തിൽ നമ്മൾ അത് തിരിച്ചറിയുന്ന പ്രധാനപ്പെട്ടത്. കവിത എഴുതുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ അത്തരം കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് തീർച്ചയായിട്ടും യാദൃശ്ചികതയുടെ ഒരുപാട് അംശങ്ങളുണ്ട്. അപ്പം നമ്മൾ 5-6 പഠിക്കുമ്പോൾ ആദ്യം പോയിട്ട് കവിതയുടെ മത്സരത്തിൽ ചേരാൻ ശ്രമിക്കും. അപ്പം നമുക്കറിയില്ല, നമുക്ക് എന്തോ ഒരു സംഗതി ചെയ്യാൻ പറ്റുന്നുള്ള ധാരണ പോകും, അത് കവിതയാണെന്ന് നമുക്ക് പറയും. ഇങ്ങനെയൊക്കെ ഒരുപാട് യാദൃശ്ചികതകളുടെ അംശം. വായന ആ അർത്ഥത്തിലല്ല കവിതയെ, നമ്മുടെ സ്വന്തം കവിതയെ വളർത്തുന്നതിൽ വായനയ്ക്കുള്ള പങ്ക് വലുതാണ്. എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് വളം എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു ചെടിയായി സ്വയം സങ്കല്പിക്കുകയാണെങ്കിൽ വളം എന്ന് പറയുന്നത് വായനയാണ്. പക്ഷെ അതേസമയം വായന മറ്റൊന്ന് നമുക്ക് പഠിപ്പിച്ചു തരും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം ഏറ്റത് വളരെ പ്രസിദ്ധമായ എക്സാമ്പിളിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. എഡിസൺ വൈദ്യുത ബൾബ് കണ്ടുപിടിച്ചറിയാതെ ഒരാൾ വീട്ടിലിരുന്ന് വൈദ്യുത ബൾബ് ഉണ്ടാക്കുക. എഡിസൺ കടന്നുപോയ അതേ കഷ്ടപ്പാടിൽ കൂടി ഇയാൾ കടന്നു പോകുന്നുണ്ട്, അതേ വെല്ലുവിളികളെ ഇദ്ദേഹം നേരിടുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹം വൈദ്യുത ബൾബൊക്കെ കണ്ടുപിടിച്ച് പുറത്തു വരുമ്പോൾ മൊത്തം ലൈറ്റാണ്, കാരണം ആരോ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഈ വല്ലവരും കണ്ടുപിടിച്ച വീണ്ടും കണ്ടുപിടിക്കാൻ മെനക്കെടണ്ട. കവിതയിൽ ഒരുപാട് വലിയ കവികൾ എഴുതി പോയിട്ടുള്ള സംഗതികൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. കാരണം കുമാരനാശൻ എഴുതി ഏറ്റവും നല്ല കവിത എൻ്റെ കവിതയാണ്, എൻ്റെ കൂടി കവിതയാണ്. പിന്നെ ഞാൻ വീണ്ടും അത് എഴുതേണ്ട കാര്യം. അപ്പൊ ആ അർത്ഥത്തിൽ വായന നമ്മളെ ആ തരത്തിൽ ഉള്ള ഒരു സംഗതി, ഇതൊക്കെ കണ്ടതാണ്ട എന്ന് പറഞ്ഞിരുന്ന ഒരു സംഗതി കൂടിയിട്ടാണ് വായന എന്ന് പറയുന്നത്. അപ്പൊ ലോകം പോയ വഴി, ലോകത്തിന്റെ ഭാവുകത്വം അതുപോലെ തന്നെ എഴുത്ത് രീതികളും പോയ വഴിയുടെ വലിയ സാധനം വായന നമുക്ക് പകർന്നു. അതല്ല അതിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം. നമുക്ക് ഒരു മണ്ണിന്റെ തരിയായിരിക്കും ചിലപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം, പക്ഷെ ആ മണ്ണിന്റെ തരി നമ്മളുടേതാണ്, നമ്മൾ കൊടുക്കുന്നതാണ്. ആ വഴിയിലേക്ക് ഒരു തരി മണ്ണ് നിൽക്കുമ്പോൾ അപ്പൊ ആ അർത്ഥത്തിലാണ് വായനയെ കണ്ടെത്തുന്നത്. അല്ലാതെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും എടുത്തുകൊണ്ടുള്ളതല്ല. യൂണിവേഴ്സിറ്റി പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിവർത്തനം എന്തുകൊണ്ടാണ് വിവർത്തനം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ മനുഷ്യർക്ക് ഉള്ള പോലെ ഏകാന്തത ഭാഷയ്ക്കും. അപ്പൊ മനുഷ്യർക്ക് സാധാരണഗതിയിൽ പാസൊക്കെ പറയുന്നത് 2 എണ്ണുണ്ട്. ഒന്ന് ഏകാന്തമായ ഒരാളാണ്, മറ്റത് ലോകാന്തമായ ഒരാളാണ്. ഇപ്പം നമ്മളൊരു വലിയ ജാഥയിൽ, വലിയ സന്തോഷത്തിന്റെ ജാഥയിൽ പങ്കുചേരാണ് നമ്മളില്ല, ഒരു കൂട്ടത്തിലാണ്. ആൾക്കൂട്ടം വലിയ ആക്രമണമൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് മറന്നുപോകും നമ്മൾ. ഞാൻ ഇന്ന ആളാണെന്നൊക്കെ മറന്നുപോകും. അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഭരണി കിടക്കും, കൊടുങ്ങല്ലൂർ ഭരണിയുടെ തെറിപ്പാട്ടിനെ പറ്റിയൊക്കെ തന്നെ പ്രശസ്തിയുള്ളൂ. അതല്ല അതിനുള്ളിൽ ആൾക്കാരിങ്ങനെ കൂടിച്ചേർത്തിട്ട് തലയൊക്കെ വെട്ടിപ്പൊളിക്കും. അതും സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വൃദ്ധകള് ഈ തല വെട്ടിപ്പൊളിച്ചിങ്ങനെ ഉറഞ്ഞാടി. പിറ്റേ ദിവസം നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഇവര് കൂടി പായൊക്കെ ചുരുട്ടി പിടിച്ചിട്ട് പാലക്കാടുള്ള ബസ് അന്വേഷിച്ച് നടക്കുന്നതാണ്. ഈ സ്ത്രീയാണ് ആ സ്ത്രീ നമ്മൾ അത്ഭുതപ്പെട്ടു.
എന്ന് പറഞ്ഞാൽ ഒരുതരം എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ, ഒരു ഗോത്രാവസ്ഥയിലേക്ക് അത് പോകുന്നു. അതേസമയം പിറ്റേ ദിവസം ഏകാന്തതയിലേക്ക് വീണ് പോകുന്നു. അപ്പൊ ഭാഷയ്ക്കും ഇങ്ങനെ ചില സ്വഭാവമുണ്ട്. ഭാഷയ്ക്കും എക്സൈറ്റ്മെന്റിൻ്റെതായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്, ഏകാന്തതയുടെ ഒരു സ്വഭാവമുണ്ട്. ചില ചരിത്രഘട്ടത്തിൽ ഈ ഏകാന്തത പെട്ടുപോകും. ഇപ്പൊ ചങ്ങമ്പുഴ വന്നു. ചങ്ങമ്പുഴ വലിയ തരത്തിൽ മലയാള ഭാഷയെ സ്വതന്ത്രമാകുന്നു. പക്ഷെ പിന്നീട് വന്ന എല്ലാവരും ചങ്ങമ്പുഴയെ അനുകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭാഷയ്ക്കുള്ളിൽ ഒരു ഏകാന്തത സൃഷ്ടിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരാളെ ബാലമ്പുഴ എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പേര് ബാലൻസായിരുന്നു. പക്ഷെ ചങ്ങമ്പുഴയെ അനുകരിച്ച് കവിത എഴുതുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ബാലമ്പുഴ എന്നാണ്. മരിച്ചപ്പോൾ വരെ ബാലമ്പുഴ വലിച്ചു എന്നാണ് ഫ്ലക്സ് വെച്ചിരുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ എല്ലാവരും ഒരു കവിത എഴുതിയിട്ട് ഒരു ഏകാന്തത ഉണ്ടാക്കുകയാണ്. അപ്പൊ അത്തരം സ്ഥലത്തു നിന്ന് രക്ഷപ്പെടുത്താൻ ഈ പറയുന്ന വിവർത്തനങ്ങൾ സാധിക്കും. വേറൊരു ശബ്ദം വരുന്നു, വേറൊരു തരത്തിലുള്ള ആവിഷ്കാരം വരുന്നു. ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ എന്ന് ഭാഷയ്ക്ക് തന്നെ തോന്നും. അപ്പൊ ഈ വിവർത്തനം എന്ന് പറഞ്ഞ ആ അർത്ഥത്തില് ഏത് ഭാഷയുടെയും ഏകാന്തതയിൽ നിന്ന് അതിനെ രക്ഷപ്പെടുത്തുകയും അതിന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ്. എഴുത്തച്ഛൻ തന്നെ ഒരർത്ഥത്തിൽ വിവർത്തനാണല്ലോ ചെയ്തത്. രാമായണം മഹാഭാരതം വിവർത്തനാണല്ലോ ചെയ്തത്. പക്ഷെ അത് ഭാഷയെ രക്ഷിക്കുന്നുണ്ട്, വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ വിവർത്തനത്തിന് വലിയ തരത്തിൽ ഇതിൽ ഈ സാഹിത്യ ചരിത്രത്തിലും ഭാഷയുടെ ചരിത്രത്തിലും വലിയ പ്രാധാന്യമുള്ള ഒന്നാണ് വിവർത്തനം എന്ന് പറഞ്ഞാൽ. പക്ഷെ അതിനൊരു നമ്മളെ വേണ്ടത്ര വില കൊടുക്കാത്തത് നമ്മളെ കുറവുണ്ട്. അപ്പം അതാണ് എന്തായിരുന്നു ചോദ്യം? വായന. അപ്പൊ അതാണ് കാരണം. വായന നമ്മളെ നമ്മിൽ തന്നെ കുടുക്കി ഇടുന്ന ഒരു തടവിൽ നിന്ന്, നമ്മൾ തന്നെ നമ്മളെ തടവിലാക്കുന്ന ആ സ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടും. നമ്മൾ തടവിലാണെന്ന് തിരിച്ചറിയുമായിരുന്നു. അതാണ് ഈ ലോകം തന്നെ ഒരു തടവുശാലയാണെന്നൊരു ഒരു കഥാപാത്രം ഏതോ ഒരു നോവലിൽ പറയുന്നത് വായിക്കുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ അങ്ങനെയാണോ, നമുക്ക് തടവുണ്ടോ, നമ്മൾക്ക് എവിടെയാണ് നമ്മുടെ സാഹചര്യം നിഷേധിക്കപ്പെട്ടത്. ഈ കാര്യത്തിൽ പോണ ഒരു വടക്കുമരം ആണത് പലപ്പോഴും. ആ അർത്ഥത്തിലാണ് വായന വിശാലാക്കിയിട്ടുള്ളത്. അല്ലാതെ അതൊരു അതിൻ്റെ ഉള്ളിൽ നിന്ന് ആർജിച്ചൊരു സംഗതി കൊണ്ട് മാത്രം ആരും കവിത എഴുതി. പല പേരുണ്ട് കവിതയ്ക്ക്, പല ലെയറുണ്ട്. അതിലൊരു ലെയർ ചിലപ്പോൾ വായന തന്നെ, ബാക്കി വിധാനങ്ങൾ വായന തരുന്നതാണെന്ന് എനിക്ക് കവിതയൊന്നും സഹായിക്കില്ല ഓർമ്മയുള്ളത്. അപ്പൊ നിങ്ങൾ രാഷ്ട്രീയക്കാരനാണോ, നിങ്ങൾ നല്ല വായനക്കാരനാണോ, നിങ്ങൾ നല്ല അധ്യാപകനാണോ, നിങ്ങൾ ഭാഷാ അധ്യാപകൻ, ഇതൊന്നും വായനയെ സ്വാധീനിക്കുന്ന പദങ്ങളെ സഹായം ചെയ്യും. കവിതയ്ക്കും കവിത വേറെ തരത്തില് കവിതയും യുക്തിയും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ഭാഷാജ്ഞാനമാണ് കവിത എന്നൊരു ധാരണ എവിടെയോ പഠിക്കുന്നത്. ഈ ഭാഷാജ്ഞാനമുള്ള ഒരാൾ നല്ല അതിന് വേറൊരു പ്രാക്ടീസ് ഉണ്ട്. ഇപ്പോൾ കാവ്യകളി പോലെയോ അല്ലെങ്കിൽ അക്ഷരശ്ലോകം പോലെയോ വേറൊരു ധാര തന്നെയുണ്ട്. പക്ഷെ അതിൽ നിന്നും നമ്മുടെ കവിത ഉണ്ടാവണമെന്നൊരു ഉറപ്പില്ല. പക്ഷെ പുതിയ കവിതയുടെ വ്യവഹാരത്തിൽ ഈ ഒരു ഭാഷാജ്ഞാനം നമുക്ക് ചെയ്യാനില്ല. ഇപ്പം നിങ്ങൾ നന്നായി സിനിമ പഠിച്ചിട്ടുള്ള ഒരാളാണ്, സിനിമയുടെ ചരിത്രവും ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന വർക്ക് ഓഫ് ആർട്ടിൽ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ട് ഒന്നും ഇല്ലെങ്കിൽ ആ സിനിമ പരാജയപ്പെടുന്നു. നമ്മൾ പല സിനിമകളും കാണുമ്പോൾ ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. അത് ഒറ്റ വാക്കിൽ നമുക്കത് നന്നായിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വേറെ എന്തോ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അതല്ലേ. അപ്പം നല്ല വാക്കുകൾ വെച്ചിട്ടൊരു ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നോട് ചോദിച്ചു കവിതേനെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയും, കാവ്യാണ് ചോദിച്ചത്. എങ്ങനെയാണ് കവിതേനെ തിരിച്ചറിയുക, എങ്ങനെ കവിത എന്നുള്ളത്, അത് ആ ചോദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കവിതയെ തിരിച്ചറിയണം എന്നുള്ളത് ഇതിനൊരു പക്ഷെ വായന ചിലപ്പോൾ സഹായിക്കാറുണ്ട്. നമ്മൾ കവിത വായിക്കുന്ന ആൾക്ക് ഒരു കവിത തിരിച്ചറിയാൻ പറ്റും. പക്ഷെ അതിൽ തന്നെ നല്ല കവിത എന്ത്, ചീത്ത കവിത എന്തെന്നുള്ള കുറേ ചർച്ചകൾ വരുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് വായന എൻ്റെ ജീവിതത്തിൽ കൂടെ നിൽക്കുന്നത് ഒരു അനുഭവമാണ്. ഈ അനുഭവത്തിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ജീവിതം ഇല്ല എന്ന് പറയുന്നത് വായന കൂടെ ഉണ്ട്. ഇപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് 10 പുസ്തകം വായിക്കുന്നതല്ല എൻ്റെ തീരുമാനം. കവിത എഴുതി കുറേ കാലമായില്ല കവിത എഴുതാറില്ല, ഒന്നും എഴുതാറില്ല. ഇപ്പം മൊത്തം ഞാൻ വേറെ തരത്തിലുള്ള പ്രാക്ടീസുകളുണ്ട്. അപ്പോൾ ഈ എഴുത്തിനൊരു തരത്തിലും വായന എന്താ പറയുക കവിത എഴുതാൻ സഹായിച്ചിട്ടില്ല. പക്ഷേ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു വാക്ക് എന്ന മനസ്സിലേക്ക് വരുമ്പോൾ ഈ വായന അപ്പസിക്കും. ഇതൊരാൾ ഇവിടെ വെച്ചിട്ടുണ്ട്, ഈ ഉപയോഗിച്ചൊരു വാക്കാണ്, അതിൻ്റെതല്ലാതെ ഇതുവരെ പ്രയോഗിക്കാത്തൊരു ശരീരം, ഒരു രൂപം അല്ലെങ്കിൽ ഒരു അർത്ഥം എന്നുള്ളതിന് വായന സഹായിച്ചിട്ടുണ്ട്.
വേറെ വായനയെ കുറിച്ചിട്ട് എന്താ പറയുന്നതെന്ന് അറിയില്ല. ഗോപിയേട്ടൻ പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പക്ഷെ ഇതില് കവിയിൽ ഭാഷാലോകം പ്രവർത്തിക്കുന്നുണ്ട്, ഭാഷാജ്ഞാനം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അത് ഓരോ ഭാഷയിലും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളും അതിൻ്റെ മൊബിലിറ്റി ഒക്കെ ഉണ്ട്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഇത് നല്ലൊരു മനസ്സിലാവാൻ നോക്കും നമ്മൾ എങ്ങനെ ട്രാൻസ്ലേറ്റ്. ഇപ്പോൾ ബഷീറിനെയോ അയ്യപ്പ പണിക്കറിനെയോ പോലെയുള്ള നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അവിടെയാണ് ഭാഷകൾ വരുന്നത്. അപ്പം വായിക്കുമ്പോൾ നിങ്ങൾ ഉറുദു കവിത എന്നുള്ളൊരു, ഇപ്പോൾ ഉറുദു എനിക്ക് നേരിട്ട് ശരിക്കും അറിയുന്നൊരു ഭാഷ, ഉറുദു എന്നാണ് മനസ്സിലാക്കി ഞാൻ ചെയ്യുന്നത്. പക്ഷെ അത് ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കും. അപ്പം ശരൺകുമാർ ലിംബാളനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മറാത്തി അറിയാം, മറാത്തിയും ഹിന്ദിയും വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് ചുഖ എന്ന് പറയുന്നൊരു വാക്ക് മറാത്തിയിലുണ്ട്. അപ്പം ഞാൻ ഹിന്ദി നോക്കുമ്പോൾ അതിന് ജിയ എന്നാണ് ഹിന്ദിയിൽ കൊടുക്കുന്നത്, വെളിച്ചം, ചെറിയൊരു വെളിച്ചം. ഇംഗ്ലീഷിൽ വരുന്നത് ടോർച്ചായിരുന്നു. അപ്പം എനിക്കിത് മൂന്നും ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഞാൻ ഒരു കവിത വെച്ചിട്ടൊരു മാസം ഇരിക്കുക. ലിംബാളനെ വിളിച്ച് ഞാൻ ചോദിച്ചത് എന്താ സംഭവം. അപ്പം ഇദ്ദേഹം പറയുന്നത് വളരെ തീവ്രമായിട്ടുള്ളൊരു അനുഭവമാണ്. മഹാരാഷ്ട്രയിലെ ഈ ദളിത് ഏരിയയിലുള്ള ഒരു സമൂഹത്തിലെ ആളുകൾ അവർക്ക് നമ്മൾ പന്തം കത്തിക്കുമല്ലോ കേരളത്തിൽ. പന്തം കത്തിക്കാൻ സാധാരണ എടുക്കുന്ന ഓല എടുക്കാനുള്ള അവകാശമില്ല. ഇത് മനുഷ്യ വിസർജ്യത്തിൻ്റെ മണമുള്ള ഒരു തരം ഓലയുണ്ട്, അതാണ് ഈ ദളിത് സമൂഹത്തിൽ എടുക്കാൻ പാടുന്നത്. അതുപയോഗിച്ച് ചുറ്റിക്കെട്ടി കത്തിക്കുന്ന പന്തമാണ് ഈ സാധനം, ചൂടാണ്. അപ്പം അത് ഹിന്ദിയിലേക്ക് വരുമ്പോൾ ജിയ ആകുന്നു. ജിയ എന്ന് പറഞ്ഞാൽ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള പ്രകാശത്തിനെയാണ് വിളിക്കുക. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ടോർച്ചാകുന്നു. ഈ അർത്ഥ വ്യത്യാസം കണ്ടു. അപ്പം ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് അത് കണ്ടു ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഈ ഭാഷയെ നമ്മൾ വിവർത്തനം ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വായിക്കുന്ന സമയത്തൊക്കെ തന്നെ അന്വേഷിച്ച് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം പ്രൊഫഷണൽ ലാറ്റിൻ അമേരിക്കനൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പം നെരുതയുടെ കവിതയിൽ ആണെങ്കിലും മറ്റ് ലാറ്റിൻ അമേരിക്കൻ ഏത് ഭാഷയിലാണെങ്കിലും ഒറിജിനലിൽ എന്താണ് അർത്ഥം എന്ന് അന്വേഷിച്ച് പോകാൻ എനിക്ക് ഭയങ്കര ഒരു താല്പര്യമുണ്ട്. വായനയിൽ കുറച്ചുകൂടി കവിതയുടെ വായനയിൽ എനിക്ക് ഇഷ്ടമാണ്. കവിതയുടെ വരി ഇങ്ങനെയാണ്: ദൈവം അവസാനമായി സ്ത്രീയെ പിന്നീടെല്ലാം അവൾ സൃഷ്ടിച്ചു. അതുപോലെ ഒരു പുസ്തകത്തിന്റെ പേര് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്ത്രീ അവസാന സ്ത്രീയോട് പറഞ്ഞു. ഈ ജീവിതങ്ങളുടെ ഒരു തലപ്പ് കവിതയിൽ ധാരാളം കേട്ടില്ല. ഒരു ഓർമ്മ വരുന്നതാണോ അതോ ഇതിനെപ്പറ്റി ആലോചിച്ചാൽ ഞാൻ എൻ്റെ അമ്മയുടെ കുട്ടിയായിരുന്നു. എൻ്റെ അമ്മയുടെ കുട്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. ഞാൻ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചുപോയി. അച്ഛനെ പറ്റിയുള്ള ചില ഇമേജസ് മാത്രമേ എനിക്കുള്ളൂ. അമ്മയുടെ കൂടെയാണ് വളരുന്നത്. അതല്ല എൻ്റെ ചേട്ടനും ചേച്ചിയും കുറച്ചുകൂടി പ്രായ വ്യത്യാസമുണ്ട്. അവരൊക്കെ പഠിക്കാനായിട്ട് പോകും. ഞാനും അമ്മയും കൂടിയാണ് വളരെ വർഷങ്ങൾ ഒരു വീട്ടിൽ താമസിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അമ്മയും ഞാനും ചേർന്നപ്പോൾ ഒരു യൂണിറ്റായിട്ട് മാത്രമേ എനിക്ക് ജീവിതത്തിൻ്റെ ഒരു പീരീഡിനെ കാണുന്നു. അതിനുള്ളിൽ വലിയ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അമ്മ ഭയങ്കര ഭക്തിയായിട്ട് ഞാനൊരു സമയത്ത് വലിയ തരത്തിലുള്ള ഈ ഭക്തിക്കെതിരായ രീതിയിൽ നിൽക്കുന്നു. അപ്പോൾ ഇത് പുറത്തു പറയാൻ നമുക്ക് ധൈര്യമില്ല. ഇത് എൻ്റെ ആശയം ഇന്നതാണെന്ന് പുറത്തു പറയാൻ ധൈര്യമില്ലാത്ത കാലത്ത് ഈ കാലം മുഴുവൻ അമ്മനെ വിളിക്കാൻ പിൽക്കാലത്ത് തിരിച്ചു മുമ്പ് എന്തോട് കൂടുതലാണ് ചെയ്തതെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പം അത് ഒരു അബോധപൂർവമായിട്ട് ഈ സ്ത്രീ സ്വത്വത്തെ പറ്റിയുള്ള ഒരു നമ്മുടെ ഉള്ളിൽ. പിന്നെ ആരാണ് സ്ത്രീ ആരാണ് പുരുഷൻ എന്ന് പറയുന്ന സ്വത്തിന് അതിന് ഒരു സോഷ്യലായിട്ടുള്ള അവസാനം എത്തി. കവി മുമ്പേ പോകുന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ലോകം പിന്നാലെ വരുള്ളൂ. അപ്പം അങ്ങനെ ഈ ഒരു സ്ത്രീ സ്വത്വം എപ്പോഴും എൻ്റെ ഇരട്ടേറ്റ് കൂടെ ഉണ്ടായിട്ടുണ്ട്. ഈ പഞ്ചാന്തരത്തിലൊരു കഥയുണ്ട്. ഈ ഭാരണ്ടൻ എന്ന് പറഞ്ഞൊരു പക്ഷിയുടെ കഥയുണ്ട്. ഈ ഭാരണ്ടന് ഒരു ഉടലും 2 തലയുണ്ട്. അങ്ങനെ ഒരു പക്ഷിയാണ്. പക്ഷെ ഈ 2 തലയും തമ്മിൽ വലിയ ശത്രുതയാണ്. അപ്പോ ഈ ഒരു തലയ്ക്ക് ഒരു നല്ല പഴം കിട്ടും, നല്ല ഒരു അമൃത് പോലെയുള്ള ഒരു പഴം കിട്ടുമ്പോൾ അത് തീറ്റും. അപ്പൊ മറ്റേ തല കൊതിയോടുകൂടി നോക്കിയിരിക്കുക. മറ്റേ തല പറഞ്ഞ് എനിക്കും ഇത്തിരി തരുന്നു വിചാരിച്ചു, കൊടുക്കുന്നില്ല, ഇതിങ്ങനെ തിന്നുകൊണ്ടിരിക്കുക. അപ്പോ മറ്റേ തല ആവശ്യപ്പെടുമ്പോ ഈ തിന്നുന്ന തല പറയുന്നത് നമ്മൾ എന്ത് കഴിച്ചാലും ഒരു ഉടലിലേക്കാണ് പോകുന്നത്, ഒരു ശരീരത്തിലേക്ക് പോകണം. അതുകൊണ്ട് ഞാൻ തിന്നാൽ മതി, നീ തിന്നണ്ടെന്ന് പറയാം.
ഇത് കഴിഞ്ഞിട്ട് ഇതിന് പകരം വീട്ടാൻ മറ്റേ തല പോയിട്ട് ഒരു വിഷക്കായ കുത്തിത്തിരിഞ്ഞാണ്. അപ്പം മറ്റേ ആദ്യത്തെ തല കരഞ്ഞു വിളിക്കും, പക്ഷെ പകരം വീട്ടുകയാണ്. അപ്പൊ ഈ കഥ ആദ്യം നമ്മൾ ഒരു കുട്ടിക്കഥയായിട്ട് വായിക്കുന്നു, കുറെ കഴിഞ്ഞിട്ട് വായിക്കുമ്പോൾ ഇത് വേറൊരു സംഗതിയായിട്ട് ഇത് മനസ്സിലാക്കുന്നു. പിന്നെ ഉടനീളം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഈ രണ്ട് എന്ന് പറയുന്ന രണ്ട് തലയും ഉടലുള്ള ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ആണും പെണ്ണും ആവും, ചിലപ്പോൾ താഴ്ന്ന ജാതിയും ഉയർന്ന ജാതിയും, ചിലപ്പോൾ ഹിന്ദു മുസ്ലിം ആവും. ഇങ്ങനെ പലതരത്തില് ഇതൊന്നാണ് എന്നാൽ രണ്ടായി കാണപ്പെടുന്നു. ഈ രണ്ടായി കാണപ്പെടുന്ന ഈ രണ്ടും തമ്മിൽ വലിയ തരത്തിലുള്ള പവറിൽ വ്യത്യാസമുണ്ട്, വലിയ തരത്തിൽ ഇക്വാളിറ്റി ഇല്ലായ്മയുണ്ട്, എന്നാൽ ഏതോ തരത്തിൽ ഒന്നിച്ച് പോകുന്നുണ്ട്. ഈ കാര്യം എക്കാലത്തും എന്നെ കുഴക്കിയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ സ്ത്രീയെ അറിയാനുള്ള ശ്രമം പോലെ തന്നെ പുരുഷനെ അറിയാനുള്ള ശ്രമം കൂടിയാണത്. ഈ പറയുന്ന ദൈവം അവസാനം സൃഷ്ടിച്ച സ്ത്രീ അയാളെന്ന് പറഞ്ഞാൽ അത് ബൈബിളിൽ തന്നെ പറയുന്നതാണ്. ഏറ്റവും അവസാനം ദൈവമായിട്ട് സൃഷ്ടിക്കുന്നു, ലോകത്തെല്ലാം സൃഷ്ടിക്കുന്നു, അവസാനം പുരുഷനെ സൃഷ്ടിക്കുന്നു, പുരുഷന്റെ ഭാര്യയിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിക്കുന്നു. അവിടെ വെച്ചിട്ട് ദൈവം പിന്നെ പോയി. അപ്പൊ ഞാൻ വിചാരിക്കും, ഇങ്ങനെ ദൈവം സൃഷ്ടിച്ച ആൾക്കാര് ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം ആരെയാ? സ്ത്രീയാണ്. സ്ത്രീയുടെ പിന്നിലാണ് ദൈവം പോകുന്നത്. ആ പുരുഷന് ദൈവത്തെ കാണണമെങ്കിൽ തിരിഞ്ഞു വയ്ക്കാൽ സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ടാവും, നേരിട്ട് കാണാൻ പറ്റില്ല, ഇടയിൽ സ്ത്രീ ഉണ്ട്. ഈ ഒരു ചിന്തയാണ് ആ കവിതയൊക്കെ വരുന്നത്. അതുപോലെ തന്നെ പുരുഷന്മാർ കരയുന്നതിന് പകരം അട്ടഹസിക്കുന്നു. എൻ്റെ ആദ്യകാല കവിതകളിലൊന്നാണ് കരയുന്നതിന് പകരം അട്ടഹസിക്കുന്നു എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരേ ഫീലിംഗ് രണ്ട് പേരിൽ എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത്, ആ വ്യത്യാസം എന്ന് പറയുന്നത് മനസ്സിലാക്കുക പറഞ്ഞാൽ അത് ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇങ്ങനെയുള്ള ആലോചനകളിൽ നിന്നാണ് ആ കവിത ഉണ്ടായത്. അല്ലാതെ നമ്മളിപ്പോൾ സമത്വവും സ്വാതന്ത്ര്യം സഹോദര്യം എന്ന് കാണപ്പാടം പഠിച്ചിട്ട് വന്ന് അതിന് വേണ്ടിയിട്ട് കവിത എഴുതുന്നതല്ല. മറിച്ച് ഓരോ കാര്യവും ഞാൻ ചെയ്യുന്നത് അമ്മ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചെറുപ്പത്തിലേ ഞാൻ നോക്കുമായിരുന്നു. ആ വ്യത്യാസം എന്തുകൊണ്ടെന്ന് പഠിക്കുകയായിരുന്നു. ഇത് രണ്ടും ചേർന്നാലേ ഒരു ലോകവീക്ഷണം പൂർത്തിയാവുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞാൽ അപരത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ പറയുന്നതല്ല ലോകം. നിങ്ങൾ പറയുന്നതിന് ഒരു എതിർ വോയിസോ അല്ലെങ്കിൽ അതിനെ പൂരിപ്പിക്കുന്ന വോയിസോ അല്ലെങ്കിൽ അതിനപ്പുറം അതിനെ വേറെ രീതിയിൽ കാണുന്ന ഒരു ശബ്ദം അവിടെ ഇല്ല. അപ്പൊ അത് ചെവി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലാക്കിയത് സ്ത്രീയുടെയും പുരുഷന്റെയും അവരെ വെച്ചെഴുതിയ കവിതകളാണ് ഇതൊക്കെ. ഇപ്പൊ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ സ്ത്രീ അവസാനത്തെ സ്ത്രീയോട് പറയുന്നതെന്ന് പറയുന്നത് എൻ്റെ അമ്മ ആശുപത്രിക്ക് എടുക്കുമ്പോൾ എഴുതുന്നതാണ്. അപ്പൊ ഞാൻ വിചാരിക്കുകയും എൻ്റെ അമ്മ പ്രസവിക്കുന്ന സമയത്ത് കാലൊന്ന് കൂട്ടി വെച്ചിരുന്നെങ്കിൽ ഞാനില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യരുടെ തുടർച്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ. അല്ലാതെ അതൊരു സാമൂഹ്യ സ്വത്വത്തിന്റെ സമത്വം മാത്രമല്ല. മൊത്തം ബയോളജിക്കൽ ലിസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറെ ആ ക്യാരക്ടർ സ്ഥാനത്ത് നമ്മൾ മാറ്റി നിർത്തിയ നായികയെ മാറ്റി നിർത്തിയിട്ടുള്ള കഥ നമ്മൾ പറയുന്നത്. അതവിടെ ഉണ്ട്. അതിലേക്ക് കഥ പോവില്ല, മനുഷ്യവംശത്തിന്റെ കഥ പോവില്ല. എന്തുകൊണ്ടാണ് പുരുഷൻ യുദ്ധം ചെയ്യുന്നത്? പുരുഷന്മാരാണ് ലോകത്ത് എല്ലാ യുദ്ധവും ചെയ്തിട്ടുള്ളൂ. ഒരു സ്ത്രീയും യുദ്ധം പോയി ഉണ്ടായി. ട്രംപാണ് ബോംബിടുന്നത്, അല്ലെങ്കിൽ നെതന്യാഹു ആണ് ലോകത്ത് ബോംബിടുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ അതാണ് പുരുഷൻ എന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് തുടർച്ചയുണ്ട്. വേറൊരർത്ഥത്തിൽ സ്ത്രീക്ക് മറ്റൊരർത്ഥത്തിൽ ഒരു തുടർച്ച ഉണ്ടാവുന്നുണ്ട് ലോകത്ത്. പുരുഷന് തുടർച്ചയില്ല. പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഈ വംശവർദ്ധനവിലൊരു ഉപാധി മാത്രമാണ്, അല്ല അത് തുടർച്ചയില്ല. അപ്പൊ ഇതെന്തുകൊണ്ട് അനശ്വരതയ്ക്കുള്ള കൊതി പുരുഷന് കൂടുതലാണ്. ഈ അനശ്വരതയ്ക്കുള്ള കൊതി ഉണ്ടാക്കുന്ന വയലൻസ് ആണ് ഈ കാണുന്ന വാറും മറ്റതും മറിച്ചതൊക്കെ. ട്രംപിന് എന്തിനാ ബോംബ് ഇടുന്നത്? ട്രംപിന് കുറെ കൂടി മനുഷ്യരെ സ്നേഹിച്ച് അങ്ങനെ അല്ല ട്രംപ് വിചാരിക്കുന്നത്. മറിച്ച് ഞാൻ അനശ്വരനാവണമെങ്കിൽ എന്ത് വേണം? ഞാൻ ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ ജയിച്ച ആളാവണം. അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ അതേ മാനസികാവസ്ഥയാണ് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ലോകപാലകൻ എന്നൊക്കെ വിളിക്കാവുന്ന കസേരയിലിരിക്കുന്ന ആളുകൾക്ക് ഉള്ളത്. അപ്പൊ എങ്ങനെ തെമ്മാടിയാവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു കാര്യം മാസ്കുലിനിറ്റിയാണ്. അതിന്റെ ഒരു കാര്യം, അത് മാത്രമൊന്നുമല്ല, മറിച്ച് 100,000 കാര്യം. പക്ഷെ ഒരു കാര്യം ഈ പുരുഷത്വം എന്നാണ്. മറ്റൊരാളുടെ അതീശത്വം തേടലാണ് പുരുഷത്വം എന്ന് പറയുന്ന ഒരു 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 അറിവ് അബോധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് പുരുഷന്റെയും സ്ത്രീയുടെയും പ്രശ്നമല്ല, മനുഷ്യരാശിയുടെയും ലോകത്തിന്റെയും ആകെയുള്ള നമുക്കൊക്കെ പറയാൻ പറ്റുന്ന ഈ ഭൂമിയുടെയും അല്ലെ
ഈ കാൾസാഗന്റെ ഇതിൽ പറയുന്ന പോലെ 4 ലക്ഷം കിലോമീറ്റർ അകലേന്ന് ഭൂമിയുടെ പടം എടുത്തപ്പോൾ പെയിൽ ബ്ലൂ ഡോട്ടാണ്, ഒരു മങ്ങിയ നീല നിറമുള്ള ഒരു പൊട്ടാണ് ഭൂമിയുടെ ചിത്രം എന്ന് പറഞ്ഞാൽ. പക്ഷെ സാഗം പറയുന്നത് അത് പ്രധാനപ്പെട്ടാണ്, കാരണം അത് നമ്മുടെ വീടാണ്. നമ്മൾ കലഹിക്കാനും സ്നേഹിക്കാനും പരസ്പരം ചീത്ത പറയാനും ഒക്കെ ഉള്ള ഒരേ ഒരു സ്ഥലം പ്രപഞ്ചത്തിൽ അതാണ്. ഈ സ്ഥലത്താണ് നമ്മൾ ഈ അനശ്വരതയ്ക്ക് വേണ്ടി വെട്ടിപ്പിടിച്ച് എത്രായിരം യുദ്ധങ്ങൾ നടത്തിയത്. ഈ സ്ഥലത്താണ് നമ്മൾ ഈ പറയുന്ന ബോംബ് ഉണ്ടാക്കിയിട്ട് നശിപ്പിക്കാൻ നോക്കുന്നത്. നമുക്ക് വേറെ സ്ഥലമില്ല. അപ്പൊ എന്തുകൊണ്ട് ഈ കാര്യം വളരെ എളുപ്പത്തിൽ ഒരു കൊച്ചു കുഞ്ഞിനെ മനസ്സിലാവുന്ന കാര്യം ലോകത്തിലെ ഭരണാധികാരികൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ കാരണം ഈ പുരുഷത്വം എന്ന് പറയുന്ന ഒരു ആശയം, അത് സാമൂഹ്യ ആശയം കൂടിയാണ്, നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ആശയമാണ്. ഈ പുരുഷത്വം എന്ന് പറയുന്ന ആശയം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരുതരം അദൃശ്യതയുടെയും അല്ലെങ്കിൽ കീഴടക്കലിൻ്റെതും ആയിട്ടുള്ള ഒരു വ്യക്തി സ്വരൂപമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് പിന്നെ പതുക്കെ നമുക്ക് ബോധ്യപ്പെടും. അപ്പം സ്വാഭാവികമായിട്ട് അതിന് നമ്മൾ നേരിടേണ്ടി വരും. എനിക്ക് ചിലപ്പോൾ അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു മറുപടി ഉണ്ടായിരിക്കും. കൃത്യമായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ക്രിയേറ്റീവായിട്ട് നിലനിൽക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണത്. എന്നെ സംബന്ധിച്ച് എനിക്ക് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. അതിൽ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളത് രണ്ടാമതാണ് വരുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാഫ പറഞ്ഞ പോലെ കവിതയ്ക്ക് ലിംഗഭേദം ഇല്ല എന്ന് പറയുന്ന ഒരേ അനുഭവം. ഇപ്പം കവിതയിലൊരു സ്ത്രീ എന്ന നിലയ്ക്കാണ് എൻ്റെ കവിതയുടെ സ്പേസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരുപാട് പഴികൾ ഞാൻ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെയാണ്. എന്നെ കുറിച്ച് പറയുന്നത് എൻ്റെ കവിതയിൽ സ്ത്രൈണത ഇല്ല, ഫെമിനിറ്റി ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ കവികൾ തന്നെ പറയുന്ന ആൾക്കാരുണ്ട്, എൻ്റെ മുമ്പിലുള്ള കവികളോ ഫെമിനിറ്റി ഇല്ലാത്ത കവിത, സ്ത്രൈണത ഇല്ല, സ്ത്രീ അനുഭവങ്ങൾ കുറവാണെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് എൻ്റെ കവിത എൻ്റെ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തൊന്നും എൻ്റെ കവിതയിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. ഞാൻ എന്ന സ്ത്രീ രൂപപ്പെട്ട സ്ത്രീ അനുഭവങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു രീതിയിൽ വരുന്നതാണ്. എനിക്ക് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു ഫോമിന് വേണ്ടിയിട്ടുള്ളൊരു സ്ട്രഗിൾ. ഇപ്പോൾ കവിത എന്തിനാണ് എഴുതുകയെന്ന് ചോദിച്ചാൽ എനിക്ക് ഫെമിനിറ്റി ആവിഷ്കരിക്കാൻ വേണ്ടി മാത്രമല്ല, അത് പുരുഷനെ ഉൾക്കൊള്ളുന്ന ഒരു സ്ത്രീയാണ് ഞാൻ, അതേപോലെ തന്നെ സ്ത്രീകളെ ഉൾക്കൊള്ളുന്ന സ്ത്രീയാണ്. ഇത് രണ്ടും തമ്മിലുള്ളൊരു ഭേദം. ഇപ്പോൾ ഗോപിച്ചേട്ടൻ നേരത്തെ പറഞ്ഞത് അമ്മയുടെ കുട്ടിയാണെന്ന് പറഞ്ഞു, ഞാൻ അച്ഛൻ്റെ കുട്ടിയായിരുന്നു. എൻ്റെ വീട്ടിൽ ഉള്ളൊരു അനുഭവം എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. അച്ഛനാണ് കുറച്ചുകൂടി എന്നെ പൊളിറ്റിക്കലാക്കിയത് അച്ഛനാണ്. ഞാൻ 5 വയസ്സിൽ പബ്ലിക് സ്ഫിയറിൽ പോയി തുടങ്ങിയ ഒരാളാണ്. അപ്പം എങ്ങനെയാണ് പൊതു സ്ഥലത്ത് നിൽക്കേണ്ടത്, ആളുകളോട് ഇടപെടുന്നത്, കോംപ്രമൈസ് ചെയ്യരുത് എന്നുള്ളൊരു വാക്കാണ് ആദ്യം എന്നോട് തന്നെ. എനിക്ക് തോന്നുന്നത് പല വീടുകളിലും പെൺകുട്ടികളെ അമ്മമാർ വളർത്തുമ്പോൾ കോംപ്രമൈസ് ചെയ്യാനാണ് പഠിപ്പിക്കുക. ഞാനത് കേട്ടിട്ടേ ഇല്ല, എൻ്റെ ജീവിതത്തിലേ കേട്ടിട്ടില്ല. കോംപ്രമൈസ് ചെയ്യരുത്, ഇഷ്ടങ്ങളിൽ നിന്ന് മാറി നിൽക്കരുത്. എവിടെയാണോ ഒരു എന്താ പറയുക, കുറച്ചുകൂടി വളർന്ന സമയത്ത് സ്ത്രീ പുരുഷൻ എന്നൊക്കെ ഉള്ള ഇത് പറയുമ്പോൾ അച്ഛൻ പറയുന്നൊരു കാര്യം, ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിൽ കൂടുതൽ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ത്രീകൾക്കാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ എന്ന് പറയുന്ന ഒരു കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു സൗജന്യത്തിന് ഒരിക്കലും നിന്ന് കൊടുക്കരുത്. പക്ഷെ അങ്ങനെ നിന്ന് കൊടുക്കാതെ വളർന്ന ഒരാളായതുകൊണ്ട് തന്നെ ഫെമിനിറ്റി ഇല്ല എന്ന് പറയുന്ന ഒരു കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഒരു പരാതി എപ്പോഴും കേൾക്കുന്നുണ്ട്. ഇപ്പോഴും ഫെമിനിറ്റിയിലല്ല ഞാൻ, എൻ്റെ ഫെമിനിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അത് സ്ത്രീകളെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു മനുഷ്യർ പറയുന്നത് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം പറയുന്നതിൽ എന്താണ് ഒരു പക്ഷേ ഈ വനിതാ കമ്മീഷൻ്റെ സമയത്തൊക്കെ ഇരുന്ന സമയത്ത് ഈ മീറ്റു കേസുകളൊക്കെ വരുമ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യാനൊക്കെ ഇരിക്കുന്ന സമയത്ത് ആ കേസുകളിൽ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, അത് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ സ്ത്രീ വിരുദ്ധമൊക്കെ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അവർ പറയുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ പല മീറ്റു കേസുകളിലും. ഇത് വേറെ തരത്തിൽ പോകേണ്ട ഒരു ചർച്ചയാണ്. അപ്പം എന്തുകൊണ്ടാണ് അതെന്ന് ചോദിച്ചാൽ ഒരു സ്ത്രീ എന്നുള്ള പരിഗണന മാത്രമായിട്ട് ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. ഒരു സ്ത്രീ കൂട്ടായ്മകളിലും ഞാൻ ഉണ്ടാവില്ല, പുരുഷ കൂട്ടായ്മകളിലും ഞാനുണ്ട്. ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു സംഘമാണെങ്കിൽ ഇപ്പോൾ ഗോപീഷ്ണനോട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ വേറൊരു കവിയോട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാറില്ല ചിലപ്പോൾ. അപ്പം ഇങ്ങനെ ഉള്ള ആളുകൾ മാത്രമാണ് എന്താ പറയുക എൻ്റെ ഒരു സർക്കിളിലേക്ക് വരിക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരേ സമയം നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും നിൽക്കുന്ന ഒരാളാണെന്ന് പറയുന്നത്. അപ്പം ഇത് ഞാൻ എൻ്റെ വിനാശത്തെയാണ് ഞാൻ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ത്രീ അനുഭവം എന്ന് പറയുമ്പോൾ
ഇപ്പം ബാലാമണിയമ്മയുടെ ഉദാഹരണം നോക്കി ഞാൻ എപ്പോഴും അവരോട് പറയുന്ന ഏറ്റവും തീവ്രമായിട്ട് പൊളിറ്റിക്കൽ കവിതകൾ എഴുതിയിരുന്ന ഒരു കവിയാണ് ബാലാമണിയമ്മ. പക്ഷേ മാതൃത്വത്തിന്റെ കവി എന്ന് പറഞ്ഞവർ ഒതുക്കിയിട്ടാണ് ഇപ്പോഴും നമ്മുടെ സോക്കോൾഡ് സിലബസുകൾ അവരെ പഠിപ്പിക്കുന്നത്. ഒരിക്കലും പരശുരാമന്റെ കവിതയിൽ വയലൻസിനെ കുറിച്ച് സംസാരിച്ച കളയൂർ എണാവേശം എന്ന് പറഞ്ഞ ബാലാമണിയമ്മേനെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അത്തരത്തിൽ പറയാറുണ്ട്. അതുപോലെ തന്നെ വിജയലക്ഷ്മിയുടെ കവിതയാണെങ്കിലും പൊളിറ്റിക്കൽ കവിതകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ കൂടി സ്ത്രീകളുടെ കവിതകൾ പൊതുസമൂഹം, വായനാ സമൂഹം എടുക്കുന്നതൊക്കെ തന്നെ ഈ പ്രണയത്തിന്റെ കവിതകളായിട്ടോ അല്ലെങ്കിൽ സ്ത്രീ അനുഭവങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾ പൊതു സമൂഹം ഉണ്ടാക്കുന്ന ചില അനുഭവങ്ങളെ തിരയിലാണ് സ്ത്രീകളുടെ കവിത. എൻ്റെ കവിത അങ്ങനെയല്ല എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ സ്ത്രീ ജീവിതത്തെ അത്രമാത്രം സ്വീകരിക്കുന്നത് പുരുഷ ജീവിതത്തെ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഭവിഷ്യട്ടം പറഞ്ഞ പോലെ തന്നെ ക്രിയേറ്റിവിറ്റി കൂടുതൽ സ്ത്രീകൾക്ക് തന്നെയാണ്. അത് പല ലെയറുകളിലുണ്ട്. എക്സിസ്റ്റ് ചെയ്യാനുള്ള, പ്രതിരോധിക്കാനുള്ള കഴിവൊക്കെ തന്നെ പുരുഷനെ നിലനിർത്താനുള്ള കഴിവ് നന്നായുള്ളൊരു സ്ത്രീയാണ് ഞാൻ എന്നുള്ളതുകൊണ്ട് തന്നെ എൻ്റെ കവിതയിലും എൻ്റെ ജീവിതത്തിലൊക്കെ അതാണുള്ളത്. അങ്ങനെ തന്നെയാണ് ഒരു സ്ത്രീ ആവിഷ്കാരം. നമ്മൾ ഏകദേശം 1 മണിക്കൂർ വൈകിയാണ് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കേണ്ടുന്നതിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഒരു കവിത ചൊല്ലി നമുക്ക് സദസ്സിൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് പോകാം. ചോദ്യങ്ങളിലേക്ക് പോയി അങ്ങനെയാണെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് ടീച്ചർ നേരത്തെ ഈ പൊളിറ്റിക്കൽ സ്ലേവറിന്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ മൊത്തത്തിലല്ല, ആ സ്റ്റേറ്റ്മെന്റിനോട് മാത്രമുള്ള ഒരു പ്രതികരണമാണ് കേട്ടോ. നമ്മൾ ഈ പൊളിറ്റിക്കൽ അസോസിയേഷൻ ഉള്ള കവികൾക്ക് പൊളിറ്റിക്കൽ സ്ലേവറി വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ആന്റിസിപ്പേഷൻ കറക്റ്റാണ്. അതിന്റെ ആ നിലക്കുള്ള പ്രാധാന്യത്തിന് ഞാൻ മുകളിലേക്ക് എടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, ഇനി ഇതില്ലാത്ത കവികളുണ്ടല്ലോ, അപ്പോൾ അവരെ നമ്മൾ സത്യത്തിൽ ന്യൂട്രലായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് യാതൊരു രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്ന ഒരു കവിയെ വലതുപക്ഷത്തിന്റെ പൊളിറ്റിക്കൽ സ്ലേവായിട്ട് നമുക്ക് കാണണ്ടേ? അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു പ്രശ്നം വരില്ല എന്നുള്ളതാണ്. ഇപ്പൊ അതിന്റെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി പാബ്ലോ നെരൂദ, സാൽവദോർ അലന്ത എന്നൊക്കെ പറയുന്ന ആളുകൾ വളരെ പറയുന്ന പോലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നേരിട്ട് പങ്കാളികളായിട്ടുള്ള ആളുകളാണല്ലോ. അവരുടെ ഈ ഹോച്ചിമിൻ തടവിലിരുന്ന് കവിത എഴുതിയ ആളാണ്. ഇവരുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അനിവാര്യമായിട്ടുള്ള വേറൊരു സൈഡ്, ഒരു പൂർണ്ണതയിലേക്ക് വരുന്ന അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടെ പരിപൂർണാക്കുന്ന ഒരു സാധനമായിട്ടല്ലേ ഇത്തരം ജീവിതങ്ങളിൽ കവിത പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അത് ശരിയാണ്. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, അപ്പം മനുഷ്യനെ കുറിച്ച് എഴുതുന്ന ഒരാളുടെ കവിതയിൽ, കലയിൽ എക്സ്ട്രാ ഒരു പൊളിറ്റിക്സ് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം നിങ്ങളൊരു വളരെ കൃത്യമായ ഒരു ഫെമിനിസ്റ്റ് ആണെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഫെമിനിസം പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കല അസാധുവായി പോകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇൻ കേസ് ഞാൻ പൊളിറ്റിക്സ് ഇല്ലാത്ത ആളാണെന്നല്ല പറഞ്ഞത്, രാഷ്ട്രീയം ഇല്ലാത്ത ആളാണെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. കാരണം അയാൾക്ക് ഏതെങ്കിലും അയാളുടെ നിലപാടുകൾ ഉണ്ടായിരിക്കും. ഇതിന് പക്ഷേ ഒരു പവർ പൊളിറ്റിക്സുമായിട്ട് അല്ലെങ്കിൽ ഒരു അതോറിറ്റി പൊളിറ്റിക്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവരെന്താണോ പറയുന്നത് അത് അനുസരിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അവിടെ ഈ കവിതയാണെങ്കിലും കലയാണെങ്കിലും മാറ്റി നിർത്തേണ്ടി വരുന്നുണ്ട്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പം ഞാൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പിന്തുടർന്ന് പോരുന്ന ഒരു രാഷ്ട്രീയ ദർശനമുണ്ട്, ഐഡിയോളജി എനിക്കുണ്ട്. ഈ ഐഡിയോളജിക്കെതിരെ ഒരു പക്ഷേ ഈ ഐഡിയോളജിയുടെ ആളുകളായിട്ട് നിൽക്കുന്ന വക്താക്കൾ നിന്നാൽ എനിക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണം. അതാണ്. ഇപ്പം യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ കൂടി ഇപ്പം നമ്മുടെ അതോറിറ്റി VC ആണെങ്കിൽ VCയെ വിമർശിക്കാനുള്ള സ്പേസ് ഉള്ളിടത്ത് എൻ്റെ പൊളിറ്റിക്സ് അവിടെ അല്ലെങ്കിൽ VC ആണത് പറഞ്ഞത്, അല്ലെങ്കിൽ ഏത് അതോറിറ്റി ആണെങ്കിലും അത് പറഞ്ഞത് അതാണ്, അത് അനുസരിക്കേണ്ട ബാധ്യത നമുക്കിട്ട്. ഈ ബാധ്യത ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അവിടെ എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നിലപാട്, ഐഡിയോളജി, എൻ്റെ പ്രത്യയശാസ്ത്ര ദർശനമൊക്കെ തന്നെ നിർത്താൻ പറ്റണം. വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള രാഷ്ട്രീയമാണ് യഥാർത്ഥ രാഷ്ട്രീയം തോന്നുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഹോച്ചിമിൻ്റെ കാലത്ത് അല്ലെങ്കിൽ നെരൂദയുടെ കാലത്തൊക്കെ തന്നെ അതിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പം ലാറ്റിൻ അമേരിക്ക കാലത്ത്
ഏറ്റവും കൂടുതൽ മഹാകാവ്യങ്ങൾ എഴുതുന്നത് പടയാളികളായിരുന്നു, സൈനികരായിരുന്നു എന്ന് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു സമകാല ഒരു 25 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ അനുസരണ രാഷ്ട്രീയം വ്യക്തിപരമായിട്ട് എനിക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ എനിക്ക് ഏത് അതോറിറ്റി ആണെങ്കിലും പവർ പൊളിറ്റിക്സ് ആണെങ്കിലും അതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമോ എൻ്റെ വിമർശനത്തിനെ ഉൾക്കൊള്ളാനുള്ള സ്വാതന്ത്ര്യവും ഉള്ള ഒരു സ്പേസിൽ എനിക്ക് നിൽക്കാനും പറ്റുള്ളൂ. അതാണ് ഉദ്ദേശിച്ചത്. രാഷ്ട്രീയമില്ല എന്ന് പറയുന്നത് ശരിയല്ല. എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടായിരിക്കും, ഒരു കാഴ്ചപ്പാട്, ദർശനം, പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കും. പെർസ്പെക്റ്റീവ് ഇല്ലായ്മ എന്ന് പറയുന്നത് അരാഷ്ട്രീയത തന്നെയാണ്. ഈ പെർസ്പെക്റ്റീവ് കൃത്യമാക്കുക എന്നുള്ളതാണ്. അത് വലതുപക്ഷമാണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും ഈ പക്ഷമില്ലായ്മയാണെങ്കിലും ആ പെർസ്പെക്റ്റീവ് ക്ലിയർ ആക്കുക, അതിൽ ഉറച്ചു നിൽക്കുക, അതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വിമർശിക്കാൻ സാധിക്കുക, ആ വിമർശനത്തിന് ഏറ്റെടുക്കാത്ത സ്പേസുകളിൽ നിന്ന് ധൈര്യപൂർവ്വം ഇറങ്ങിപ്പോരാൻ സാധിക്കുക എന്നുള്ളത് ഞാൻ ജീവിതത്തിൽ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. അത്രയാണ് ഉദ്ദേശിച്ചത്. എൻ്റെ കവിതയിലും അത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, എൻ്റെ ആർട്ടിലും അതേ കാണാൻ പറ്റുള്ളൂ. ഗോപീഷൻ സാറിൻ്റെ മാപ്പ് എന്നുള്ള കവിത ഞങ്ങൾക്ക് ഈ വർഷം പഠിക്കാനുണ്ട്, ഒന്ന് വിശദീകരിച്ചാൽ മതിയായിരുന്നു. മാപ്പ് എൻ്റെ ചരിത്ര സന്ദർഭം അറിയാലോ. ആ കുട്ടി മരിച്ചെടുത്ത് കുട്ടികളെ കൊല്ലുന്ന ഒരു രാഷ്ട്രീയത്തിന് മുന്നിൽ നമ്മൾ പതറിപ്പോവും. ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ലോകത്തെ പറ്റി സംസാരിക്കാൻ പറഞ്ഞാൽ ഈ ലോകം തരുന്ന വലിയ അവസരങ്ങളെ പറ്റിയാണ് പൊതുവെ ആൾക്കാർ സംസാരിക്കുക. ഇപ്പം നമ്മുടെ ആയുർദൈർഘ്യം കൂടി, നമുക്ക് ഒരുപാട് രോഗങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിച്ചു, ഇന്നലത്തെ പോലെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥയില്ലാതാവുന്നു, അതുപോലെ തന്നെ AI പോലെയുള്ള സംഗതികൾ വരുന്നു. എപ്പോഴും ഒരു പ്രത്യാശാഭരിതമായ ചിത്രം ആണ് നമ്മളെപ്പോഴും സംസാരിക്കുക. പക്ഷെ അതേസമയം അപ്പുറത്ത് നോക്കുമ്പോൾ ഈ മനുഷ്യർ തന്നെ ഈ AIയും മരുന്ന് അല്ലെങ്കിൽ ആരോഗ്യം നീട്ടാനുള്ള, ജീവിതം വലിച്ചു നീട്ടാനുള്ള മരുന്ന് കണ്ടുപിടിക്കുന്ന ആളുകൾ തന്നെ അപ്പുറത്ത് ജനിക്കുന്ന കുഞ്ഞിൻ്റെ മുകളിൽ ബോംബിടുക. അപ്പൊ ഈ വൈരുദ്ധ്യം കണ്ടില്ലെങ്കിൽ നമുക്ക് 2 കണ്ണുണ്ട്, അല്ലാതെ ഒറ്റക്കണ്ണനല്ല, നമ്മൾ ഒറ്റക്കണ്ണ് ഉള്ളതല്ല. അപ്പൊ ഈ 2 കണ്ണുകൊണ്ട് ഈ 2 യാഥാർത്ഥ്യം നമ്മൾ കാണണം. അപ്പൊ അതുകൊണ്ടാണ് ഈ മാപ്പ് എന്ന് പറയുന്ന കവിത. മാപ്പില് ഉണ്ടാവുന്നത് ഈ പറയുന്ന കൊച്ചു കുട്ടിക്ക് മേല് ഹിംസാത്മകത പ്രയോഗിക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഏതോ തരത്തിൽ ആ കുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എൻ്റെ രാജ്യത്താണ്, ഞാനും പൗരനാണ്, അവനും അല്ലെങ്കിൽ അവളും വലുതാകുമ്പോൾ പൗര അല്ലെങ്കിൽ പൗരനായിത്തീരുന്നതാണ്. അപ്പോൾ ആ ദുരന്തത്തിന് ഞാൻ എന്താണ് ചെയ്യുക എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എനിക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ഈ ദുരന്തം സൃഷ്ടിച്ച ആൾക്കാരോട് എതിരിടാം. അതേസമയം ഇപ്പുറത്ത് എനിക്കൊരു മാപ്പ് പറയേണ്ട അവസ്ഥയില്ല. കാരണം എൻ്റെ ലോകത്ത്, അല്ലെങ്കിൽ നീ വിചാരിക്കും ഒരു കൊച്ചു കുഞ്ഞ് ജനിക്കുമ്പോൾ വിചാരിക്കുന്നത്, ആ കൊച്ചു കുഞ്ഞ് നമ്മളെ കാണുമ്പോൾ ചിരിക്കുന്നത്, നമ്മളെ കൈ എത്തിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ എന്നെ ഉപദ്രവിക്കില്ല എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ പുറത്താണ്. ആ വിശ്വാസമാണ് നശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള ജീവിതത്തിലുള്ള വിശ്വാസം നശിപ്പിക്കുന്ന ആക്ടിവിറ്റീസ് നടത്തുമ്പോൾ ആ കൂട്ടത്തിൽ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നേരിട്ട് ഉത്തരവാദിത്തത്തിലെങ്കിലും ആ കൂട്ടം എൻ്റെ കൂടെ ജനിച്ച ആൾക്കാരൊക്കെ തന്നെയാണ് കൊല്ലുന്നത്. അപ്പോൾ ആ ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റവും പറയണം. മാപ്പ്, നിന്റെ ജീവിതം ഇങ്ങനെ ഇരുട്ടിലാക്കി തന്നതിന് അല്ലെങ്കിൽ ഇരുട്ടിലാക്കിയതിന് മാപ്പ് ചോദിക്കുന്ന ഒരു ചുമതല ഒരു മനുഷ്യ എന്നുള്ള നിലയ്ക്ക് എനിക്കില്ല. നമ്മൾ പലപ്പോഴും ഈ നമ്മൾ വായിക്കുന്ന ചരിത്രം എന്ന് പറഞ്ഞാൽ പത്രത്തിൽ വായിക്കുന്ന വാർത്ത പോലെ 2000 പേരെ കൊന്നു പത്രത്തിൽ വായിച്ച ഒരു വർഗീയ കലാപത്തിൽ 2000 പേര് മരിച്ചു എന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊന്നും കേസില്ല, അതൊരു സംഖ്യ മാത്രമാണ്. അതേസമയം ഓരോരുത്തർ എങ്ങനെ മരിച്ചു എന്ന് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ ഭീകരത മനസ്സിലായി. ഇപ്പം ഇഹ്സാൻ ജാഫ്രി എന്ന് പറയുന്ന ഒരു MP ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെടുന്നുണ്ട് 2002. ഇഹ്സാൻ ജാഫ്രി MP ആയിരുന്നു, കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് ഒരു കഥയിൽ ആദ്യം പോലെ വായിച്ചു നോക്കാം. എങ്ങനെയാണ് അയാൾ മരിച്ചതെന്ന് വെച്ചു കഴിഞ്ഞാൽ അയാളുടെ വീട് 2000-3000 പേര് ആൾക്കാർ വളയാണ്. ഇയാളാണെങ്കിൽ അവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ സ്വന്തം വീട്ടിലേക്ക് കലാപം ഉണ്ടായപ്പോൾ സംരക്ഷണക്കായി അവിടേക്ക് ഓടിച്ചെല്ലാണ്. കാരണം ഇയാൾ പ്രിവിലേജ് ഉള്ള ആളാണ്, മുൻ MP ആണ്. അദ്ദേഹത്തിന് സംരക്ഷിക്കാനുള്ള കഴിവുണ്ടെന്ന് വിചാരിച്ചിട്ട് 100-200 ആൾക്കാർ അവിടെ തമ്പടിച്ചിരിക്കുന്നു. ഇദ്ദേഹം നാട്ടിലെ പോലീസ് സ്റ്റേഷൻ തൊട്ട് DGP വരെയുള്ള ആളെ നിരന്തരം വിളിക്കുന്നു, ഇവിടെ സംരക്ഷണം തരുന്നു പറഞ്ഞു. ചീഫ് സെക്രട്ടറിയെ വിളിക്കുന്നു.
എല്ലാ മന്ത്രിമാരെയും വിളിക്കുന്നു. ഇവിടെ ഇങ്ങനെ വലിയ സംഭവം നടക്കും, ഇപ്പം ആക്രമണം നടക്കും, ആരും വരുന്നില്ല. 3 മണിയായപ്പോൾ, ഉച്ചയ്ക്ക് 3 മണിയായപ്പോൾ, 9 തൊട്ട് വിളിക്കുന്നതാ. 3 മണിയായപ്പോൾ ഇവർ ഇരച്ചു കയറുന്നു, ഇയാളെ വിളിക്കുന്നു, ഇയാളെ സ്ട്രിപ്പ് ചെയ്യുന്നു, നഗ്നനാക്കുന്നു, ഏതോ ഒരു ജനക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് നഗ്നനാക്കുന്നു. നഗ്നനാക്കിയിട്ട് ജയ് ശ്രീറാം എന്ന് വിളിക്കാൻ പറയുന്നു. ഇദ്ദേഹം അത് വിളിക്കുന്നില്ല, 2 കൈയും വെട്ടുന്നു. അത് കഴിഞ്ഞ് നിലത്ത് തള്ളിയിട്ടിട്ട് വൈ ആകൃതിയിലുള്ള ഒരു വടി കൊണ്ട് വലിച്ചടിക്കുന്നു, 2 കാലും വെട്ടുന്നു. എന്നിട്ട് അപ്പോഴും ജീവൻ പോകാത്ത ശരീരത്തെ എടുത്തിട്ട് തീയിലിടുന്നു. ആരാ ചെയ്യുന്നത്? എൻ്റെയും നിന്റെയും നിങ്ങളുടെയും സഹോദരനാണ് ചെയ്യുന്നത്. ആ സഹോദരൻ എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമുണ്ടോ? ഇസാൻ ജാഫറി എന്തെങ്കിലും അയാൾ ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഡൈനാമിക്സ് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന തരത്തിൽ ഇന്ത്യയിൽ ഇങ്ങനെ വയലൻസ് വെച്ച എല്ലാ മനുഷ്യരോടും ഇന്ത്യയിലെ പൗരെന്നുള്ള നിലയ്ക്ക് ഒരു മാപ്പ് ചോദിക്കേണ്ട ചുമതല നമുക്കുണ്ട്. ആ ക്വസ്റ്റ്യനാണ് അതിൽ അഡ്രസ്സ് ചെയ്യുന്നത്, കവിതയിൽ അഡ്രസ്സ് ചെയ്യാൻ പറയുന്നത്. അല്ലാതെ ഈ പറയുന്ന പോലെ അതൊരു ക്ലീശ അല്ലാത്ത തരത്തിൽ അത് ശരിക്കും പറഞ്ഞാൽ ആഴം കൊണ്ട്, ഹൃദയത്തിൻ്റെ ആഴം കൊണ്ട് നമ്മളെപ്പോലെ ജീവിക്കാൻ കഴിയാത്ത എല്ലാ മനുഷ്യരോടും മാപ്പ് പറയും. അതുണ്ടാക്കിയ മനുഷ്യരോട് ഒരർത്ഥത്തിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പോകരുത്. ഇത് രണ്ടുമാണ് നമ്മളെ പഠിപ്പിക്കുന്ന, ഇന്ത്യ പഠിപ്പിക്കുന്ന പാഠം എന്ന് പറഞ്ഞാൽ, ജനാധിപത്യം പഠിപ്പിക്കുന്ന പാഠം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അയർത്ഥത്തിൽ ഇവിടെ റോഷിയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ പറയുണ്ടായിരുന്നു, ഇപ്പൊ ഹോജിമീനും കവിത എഴുതിയിട്ട് നെഹ്റുദിയും കവിത എഴുതിയിട്ട് ഈ 2 പേരും വളരെ പ്രധാനപ്പെട്ടാണ്. ഈ 2 പേരും വേണം ലോകത്ത്. ഹോജിമീൻ ഒരു പൊളിറ്റീഷ്യൻ പോയിട്ടാണ്, ബേസിക്കലി പൊളിറ്റീഷ്യനായിട്ട് അപ്പോൾ പോയട്രി കൂടി കൊണ്ടു നടക്കുന്നു. മറ്റാൾ പോയറ്റായിട്ട് പൊളിറ്റിക്സ് കൂടി കൊണ്ടു നടക്കുന്നു. ഇങ്ങനെ നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ കവിത പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് ഉണ്ടാവും. നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്ന് കവിത പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? അയോധ്യ ഉണ്ടാവും. നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്ന് കവിത പോയി കഴിഞ്ഞാൽ ബോംബെയിലെ കലാപം പോലുള്ള കലാപം ഉണ്ടാവും. കാരണം മനുഷ്യരും തമ്മിലുള്ള എൻ്റെ വേദന തന്നെയാണ് നിങ്ങളുടെ വേദന, നിങ്ങളുടെ വേദന അല്ലെങ്കിൽ എൻ്റെ വേദന കൂടുതൽ നിങ്ങളുടെ വേദന ഇല്ലായ്മയല്ല. ഈ കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഈ ഞരമ്പ് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് മരവിച്ചു പോയിട്ടുണ്ട്. നമ്മളെപ്പോലുള്ള മനുഷ്യരിൻ്റെ തന്നെയാണ് സ്വാതന്ത്ര്യ സമരം നടത്തിയത്, ഗുജറാത്ത് കലാപം നടത്തിയത്. ഒരേ ആൾക്കാരാണ്, അല്ലാതെ വേറെ ഗ്രഹത്തിൽ നിന്ന് വന്ന ആൾക്കാരൊന്നുമല്ലല്ലോ. നമ്മളെപ്പോലുള്ള മനുഷ്യരാണ്. അവർ സ്വാതന്ത്ര്യ സമരം നടത്തിയിട്ടുണ്ട്, ഗുജറാത്ത് കലാപം നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് എന്തെന്ന് പറഞ്ഞ ക്വസ്റ്റ്യനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഫെല്ലോ ബീയിങ്സ്, നമ്മുടെ ഒപ്പം ജീവിച്ച എന്നാൽ നമ്മുടേതുപോലെ ജീവിക്കാൻ സൗഭാഗ്യമില്ലാത്ത മനുഷ്യരോട് നമ്മൾ അക്കൗണ്ടബിൾ ആണ്, നമ്മൾ കണക്ക് പറയണം. ആ കണക്ക് പുസ്തകം എഴുതാനാണ് യഥാർത്ഥത്തിൽ മാപ്പിൽ ഞാൻ ശ്രമിച്ചത്. സമയത്ത് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഗുജറാത്ത് സൂചിപ്പിച്ചുകൊണ്ടാണ്. 2002 ഒരു കവിത, കൂട്ടിയിടിക്കുന്ന തീവണ്ടികൾക്കിടയിലെ പൂമ്പാറ്റകൾ എന്ന് പറഞ്ഞൊരു കവിത എഴുതുന്നത് വരെ എനിക്കൊരു സമാധാനം കിട്ടിയില്ല. അത് പബ്ലിഷ് ചെയ്തതെന്നും ആളുകൾ വായിക്കുന്നു. ഗുജറാത്ത് കലാപം ആണോ അതെന്നെ കൊണ്ട് എഴുതിച്ചത്. എന്നിട്ടും ആ സമയത്ത് ഞാനവിടെ പോയത്, അതിൻ്റെ കലാപം കഴിഞ്ഞ ശേഷം കുറച്ച് സമയത്തിന് ശേഷം ഞാൻ അവിടെ പോയി. ഞാൻ അന്ന് ജേർണലിസം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മുംബൈയിൽ. അവിടെ പോകുന്നു, ഈ യാതനകൾ കാണുന്നു. ഇത് മനസ്സിൽ ഇങ്ങനെ ഇട്ട് കൊണ്ട് നടക്കുകയാണ് ഒരുപാട് വർഷം. അതാണ് പിന്നെ എൻ്റെ ആദ്യത്തെ നോവലായിട്ട് മാറുന്നത്, അരൂപികളുടെ നഗരം. എനിക്ക് തോന്നുന്നത് മലബാർ കലാപം തൊട്ട് ഗുജറാത്ത് കലാപം വരെയുള്ള കേരളത്തിൻ്റെ, ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്സ് ആണ് അവർ പറയുന്നത്. അതാണ് DC ബുക്സിൻ്റെ നോവൽ കാർണിവൽ അവാർഡൊക്കെ കിട്ടിയ അത് പുസ്തകമായിട്ടൊക്കെ വരുന്നത്. അപ്പം ഇത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് ഗോപിയേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദികൾ എന്ന് പറയുന്നൊരു രാഷ്ട്രീയ ബോധം കൂടെ ഉണ്ടല്ലോ. അതായിരിക്കാം ഇപ്പം മാപ്പിലൊക്കെ എനിക്കതാണ് തോന്നുന്നത്. നമ്മൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പറ്റില്ല. ഇതിൻ്റെയൊക്കെ കവി എന്ന നിലയ്ക്ക് പറ്റില്ല, മനുഷ്യന് എളുപ്പം പറ്റും. മനുഷ്യന് ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായി, നമ്മുടെ ഇവിടെ ഒരു ചെറിയ ആക്സിഡൻറ്റ് ഉണ്ടായ സമയത്ത് ഞാൻ നിങ്ങളെ വിളിക്കുകയാണ് ആൾക്കാരെ, ഇതൊന്ന് ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതാണ് എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം വേണം. ഞാൻ അത്രയും ഹൈലി പൊളിറ്റിക്കലാണെന്ന് വിചാരിച്ച കുട്ടികൾ മാറി നിൽക്കേണ്ടതാണ്. അപ്പം ഇത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു എനിക്കൊരു ശക്തിയില്ലാത്ത ഒരാളാണെങ്കിൽ കൂടി ഞാൻ അതിന് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ വേദന ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മാറി നമുക്ക് പുച്ഛം തോന്നും, നമുക്ക് തമാശയും തോന്നും. ഇത്രയാണ് നമ്മുടെ പൊളിറ്റിക്കൽ എന്ന് പറയുന്ന അവസ്ഥ. ഇതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് ഞാനത് ഇവിടെ പറഞ്ഞത്. നിങ്ങളുടെ ഇടയിൽ തന്നെ ആ കുട്ടികളുണ്ട്. രസമാണത്. ഈ ജുനൈദ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ 16 വയസ്സുള്ള കുട്ടിയെ തീവണ്ടിയിൽ വെച്ച് കൊല്ലുന്നുണ്ട്. അവൻ ബക്രീദ് ആഘോഷിക്കാൻ പോയതാണ്. ഡൽഹിയിൽ നിന്ന് ഒരു ഉടുപ്പ് മേടിക്കാൻ പോയതാണ്. അദ്ദേഹവും സഹോദരനും 3 സുഹൃത്തുക്കളും തീവണ്ടിയിൽ വെച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാവുന്നു. സീറ്റിനെ ചൊല്ലി പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉടൻ വിളിക്കുന്നത് നീ ആന്റി നാഷണൽ ആണെന്നാണ്, നീ ദേശീയ വിരുദ്ധനും ബീഫ് തിന്നുന്നവനെന്ന് വിളിച്ചിട്ടാണ് കൊല്ലുന്നത്. ഈ കൊല്ലുമ്പോൾ അതിലേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം തീവണ്ടിയിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്, ഈ ലിഞ്ചിങ് നടക്കുന്നത്. ആ കമ്പാർട്ട്മെന്റിലും മറ്റ് കമ്പാർട്ട്മെന്റിലുള്ള ഒരാളും അനങ്ങിയില്ല. ഒരാളും അതിലെ റിപ്പോർട്ടിൽ വളരെ വസ്തുതാപരമായിട്ട് എഴുതിയിട്ടുള്ളത് നോ വൺ റെസ്പോണ്ടഡ്. ഇത് പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് അവരനങ്ങിയില്ല? ബാക്കി ഈ കൊലയാളിയും ഈ മരിച്ച ആളും ഒക്കെ മാത്രം ഉള്ളൊരു സംഭവമല്ല, ഇതിന് ചുറ്റും മനുഷ്യരുണ്ട്. ഈ മനുഷ്യരെങ്ങനെ മരവിപ്പിക്കപ്പെടുന്നു? സാധാരണഗതിയിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ, ഒരു തല്ല് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഓടിച്ചെന്ന് ഇതിൻ്റെ കാര്യകാരണമൊന്നും അന്വേഷിക്കാതെ തടയാന്ന് പറയുന്നത് നമ്മുടെ വംശത്തോടുള്ള നമ്മുടെ കടപ്പാടാണ്. എങ്ങനെ ഈ മരവിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പ്രധാനപ്പെട്ടതാണ്. അപ്പം ആ ക്വസ്റ്റ്യനാണ് യഥാർത്ഥത്തിൽ നമ്മൾ പൊളിറ്റിക്സിനെ പറ്റിയും പോയട്രിയെ പറ്റിയും കലയെ പറ്റിയും മനുഷ്യബന്ധങ്ങളെ പറ്റിയൊക്കെയുള്ള ചോദ്യത്തിൻ്റെ അടിസ്ഥാനം. നിങ്ങൾ മനുഷ്യരാശിയുടെ നന്മയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതിന് വിശ്വസിക്കണമെങ്കിൽ ഒരാളെങ്കിലും പൊട്ടിക്കരയെങ്കിലും ചെയ്യണമായിരുന്നു. അതിന് ശേഷം ഈ പറയുന്ന കൊലപാതകം നടന്നതിന് ശേഷം ഒരാൾ ഒന്ന് കരഞ്ഞെങ്കിൽ അവിടെ ഒരു പറയുന്ന ഒരു സൊസൈറ്റി വർക്ക് ചെയ്യുന്നത് നമുക്ക് പറയാം. അപ്പം അങ്ങനെ നമ്മൾ മരവിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പം ആ അർത്ഥത്തിൽ അത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഈ കവിതയൊക്കെ ആവുന്നത്. നന്ദി. നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇപ്പൊ യുപിയിൽ ഈ കഴിഞ്ഞ എങ്ങാണ്ടാണ് ഒരു നോമ്പ് തുറക്കാൻ പോയ ഒരു ബാലനെ അവിടെ ഒരു സുഹൃത്തുക്കള് കൊണ്ടുപോയി വെടിവെച്ച് വന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി എന്താ പറയാനുള്ള ഈ കവിതയുമായി ബന്ധപ്പെട്ട്? അത് കവിതയുമായി ബന്ധപ്പെട്ടല്ല, ഇന്ത്യയിലെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഇത്. അവസാനത്തെ ഇൻസിഡന്റ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പം ചെയ്ത ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥയ്ക്ക് ശേഷം ആ രീതി ചെയ്യുന്ന ഒരു പുസ്തകം അല്ലെങ്കിൽ പൂർത്തീകരിക്കുന്ന പുസ്തകം ഹിന്ദുത്വ ഭീകരതയുടെ ചരിത്രമാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരം ഭീകരതകളെ ഡീറ്റെയിൽ ചെയ്യുന്ന ഒരു പുസ്തകമാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. വന്ന് വായിക്കുകയാണെങ്കിൽ കുറെ കൂടി ഇതിന് ഉത്തരം കിട്ടും. നേരം വൈകിയോണ്ടാണ്, സമയം വൈകിയോണ്ടാണ്. അതിന് നേരിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നത്, എന്ന് പറഞ്ഞാൽ താരതമ്യേന സുഖമായിട്ട് ജീവിക്കുന്നത് നമ്മുടെ മുൻ തലമുറ സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? മുൻ തലമുറ സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം കിട്ടുമായിരുന്നില്ല. ഞാനൊക്കെ സ്കൂളിൽ 2 രൂപ കൊടുത്ത് പഠിക്കാൻ കാരണം എന്താ? അയ്യങ്കാളി തൊട്ടുള്ള ഇങ്ങോട്ടുള്ള സമരങ്ങളുടെ ഫലമായിട്ടാണ്. അപ്പൊ നമ്മുടെ ചരിത്രപരമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത തലമുറ കുറെ കൂടി സ്വാതന്ത്ര്യത്തിലും സാഹോദര്യത്തിലും സമത്വത്തിലും ജീവിക്കണം എന്നുള്ള ആ സ്ട്രഗിൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ആ സ്ട്രഗിൾ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ റോട്ടിൽ പോയി സമരം ചെയ്യൽ മാത്രമല്ല, പല തരത്തിൽ ആ സ്ട്രഗിളിനെ തരത്തുകയും അതിനു വേണ്ടിയിട്ട് ആളുകളെ സജ്ജരാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിനൊക്കെ അവസാനിപ്പിക്കാനുള്ള ഒരു മാർഗം. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ ആശയമാണ്. ആ ആശയം ഉണ്ടാക്കിയത് വലിയ മനുഷ്യരാണ്. ഗാന്ധി ഉണ്ട്, അംബേദ്കർ ഉണ്ട്, നെഹ്റു ഉണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, സോഷ്യലിസ്റ്റുകാരുണ്ട്. ഒരുപാട് മനുഷ്യർ ചേർന്നിട്ടാണ് ഇന്ത്യ എന്ന് പറഞ്ഞ ആശയം ഉണ്ടാക്കിയത്. അവരൊക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മനുഷ്യത്വത്തെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നു. മനുഷ്യത്വ വിരുദ്ധതയും മനുഷ്യത്വവും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ആശയം വീണ്ടെടുക്കുക, ആശയത്തെ കൂടുതൽ നന്നായിട്ട് വികസിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം ആണ്. അത് എഴുത്തുകാരും സാധാരണ ഒരാൾക്ക് ദാഹിക്കുന്ന ആൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവിടെ നിന്റെ മതം ഏതാണെന്ന് ചോദിക്കുന്നതല്ലല്ലോ. നമ്മളൊരു ഓട്ടോറിക്ഷ കയറിയിട്ട് നമ്മൾ എന്ന സ്ഥലത്ത് കൊണ്ടുവിടുന്നെന്ന് പറയുമ്പോൾ നിന്റെ മതം എന്താണെന്ന് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അത്തരം വിമാനുഷികതയിലേക്ക് നമ്മൾ പോകരുത്. നമ്മൾ ഇന്നും രാത്രി കിടന്നുറങ്ങുന്നത് നാളെ കാണുന്ന ആദ്യത്തെ മനുഷ്യൻ എന്നെ നോക്കി ചിരിക്കുന്നു പറയുന്ന ഇതിലാണ്. അത് നാളെ കാണുന്ന ആദ്യത്തെ മനുഷ്യനെ കുത്തിക്കൊല്ലുന്നു പറയുന്ന തരത്തിൽ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ സംസ്കാരം മാറരുത്.
അതിനുവേണ്ടി ചെയ്യാന്നുള്ളതാണ് കവിതയുടെ ഒരു ദൗത്യം ഞാൻ വിചാരിക്കുന്നു. കവിത വായിക്കണം എന്നാണ് ശിവദത്ത് പറയുന്നത്. ഇതൊന്നും അല്ലാത്ത വേറൊരു കവിത വായിക്കാം. ഒരു കവിതാ വായനക്കാരൻ്റെ സത്യവാങ്മൂലം എന്നാണ് ഈ കവിതയുടെ പേര്. ഇതിലെ വായനക്കാരനാണ് ഇതിലെ നായകൻ, അല്ലാതെ കവിയല്ല. ഒരു കവിതാ വായനക്കാരൻ്റെ സത്യവാങ്മൂലം. കവിത എനിക്ക് അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല. ചെരുപ്പ് എനിക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. ചെരുപ്പിടാതെ നടക്കാനാവുമെന്ന് പറയാമെങ്കിൽ കൂടിയും ചെരുപ്പിടാതെ എനിക്ക് നടക്കാനാവില്ല. കവിത എനിക്ക് അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല. ചെരുപ്പ് എനിക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. ചെരുപ്പിടാതെ നടക്കാനാവുമെന്ന് പറയാമെങ്കിൽ കൂടിയും ചെരുപ്പിടാതെ എനിക്ക് നടക്കാനാവില്ല. അതുകൊണ്ട് ഞാൻ ചെരുപ്പ് സൂക്ഷിച്ചു വാങ്ങുന്നു, എൻ്റെ പാദത്തിൻ്റെ കൃത്യമളവിൽ, എൻ്റെ നടത്തത്തിന് അനുയോജ്യമായ വിധത്തിൽ. കവിത അങ്ങനെയല്ല. എൻ്റെ മനസ്സിൻ്റെ അളവിലുള്ള കവിത എനിക്ക് ബോധിക്കാറില്ല. ഇത്തിരിയെങ്കിലും വലുതായിരിക്കണം അത്. എൻ്റെ നഗരത്തിൽ മണ്ണില്ല എന്ന് ഉറപ്പിക്കുമ്പോൾ എൻ്റെ ചവിട്ടിക്കടിയിലെ മണ്ണ് കാണിച്ചു തരണം. ഞാൻ പഠിച്ച സമവാക്യങ്ങൾ അസമവാക്യങ്ങളായിരുന്നു എന്ന് പറയണം. കവിതയെ ഞാൻ സ്നേഹിക്കുന്നൊന്നുമില്ല, വെറുപ്പ് പോലുമുണ്ട്. ഫ്രിഡ്ജ് കവിത വായിച്ചാൽ അത് ഗ്യാസ് സ്റ്റവ് ആകും എന്ന് പേടിച്ച്, വാഷിംഗ് മെഷീൻ കവിത വായിച്ചാൽ അത് കക്കൂസാകും എന്ന് പേടിച്ച്, നായ്ക്കുട്ടി കവിത വായിച്ചാൽ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ അത് ഞങ്ങളെ കടിച്ച് തിന്നേക്കും എന്ന് പേടിച്ച്, വെള്ളം കവിത വായിച്ചാൽ അത് സൾഫ്യൂരിക് ആസിഡ് ആകുമെന്ന് പേടിച്ച്, കൊതുക് കവിത വായിച്ചാൽ അത് മൂർഖനാകും എന്ന് പേടിച്ച്. അല്ലെങ്കിൽ എൻ്റെ അമ്മയെപ്പോലെ കവിതയെ കൈകാര്യം ചെയ്യുക. അവർ ജീവിതകാലം മുഴുവൻ കവിത വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവർക്ക് അറിയില്ലായിരുന്നു കവിതയാണ് വായിക്കുന്നതെന്ന്. പ്രാർത്ഥിക്കുക എന്നായിരുന്നു അവർ വിചാരിച്ചത്. എങ്കിലും വളരെ ചിലപ്പോൾ നമ്മുടെ ആത്മാവ് നന്നായി കുറയുമ്പോൾ ആരോടെങ്കിലും മനുഷ്യപ്പേ ചെയ്യാൻ ആവശ്യപ്പെടാൻ നമുക്കൊരു ആപ്പ് വേണം. നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുന്ന പോലെ മനുഷ്യപ്പേ ഇടയ്ക്ക് നമുക്ക് വേണ്ടി വരും. മനുഷ്യപ്പേ ചെയ്യാൻ ആവശ്യപ്പെടാൻ നമുക്കൊരു ആപ്പ് വേണം. അത് ഡൗൺലോഡ് ചെയ്യുന്നതിനെയാണ് കവിത എന്ന് പറയുന്നത്. നന്ദി. കുറച്ചൊരു പഴയ കവിതയാണ്. ചുവപ്പ്. 4-5 കൊല്ലം മുമ്പ് കൊല്ലപ്പെട്ടവൻ ഇന്ന് ഇറങ്ങിയ ആഴ്ച പതിപ്പിൽ അറ്റുപോയ കൈപ്പത്തിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഞാൻ ഒരിക്കലും കാണാത്ത അവൻ അതെനിക്ക് സമർപ്പിച്ചിരിക്കുന്നു. അവൻ്റെ മുഖഛായ മരിച്ചവരുടെയോ മരിക്കാനിരിക്കുന്നവരുടെയോ എന്നറിയാതെ ഞാൻ ഉഴങ്ങുന്നു. രോമകൂപങ്ങൾ ചുവക്കുന്നു. തൊലിയുടെ ഓരോ അടരും ചുവന്ന് തീക്കനലാകുന്നു. ആരുമറിയാതെ ഞാൻ കാണുന്ന സ്വപ്നങ്ങളിൽ അവൻ അരയിൽ ഒട്ടുമണി അണിഞ്ഞ് ഉറഞ്ഞ് തുള്ളുന്നു. നിലാവും വെളിച്ചവും കലർന്ന രാത്രിയെ ചുവപ്പിക്കുന്നു. എൻ്റെ ശിരസിന് മുകളിൽ ചുവന്ന അരയാലിൻ്റെ ചില്ലകൾ പടർത്തുന്നു. നാട്ടുവഴിയിലും തെരുവിലും ഊൺമേശയിലും ഗാകുൽത്തയിലും അവൻ എൻ്റെ ഒപ്പം കൂടുന്നു. ഞാൻ ഉറങ്ങുമ്പോൾ എനിക്ക് പകരം പുറത്തിരുന്ന് അവൻ എന്നെ നോക്കി പൊടുന്നനെ നിലവിളിക്കുന്നു. ഞാൻ കത്തുന്ന മരുഭൂമിയിലെത്തുന്നു. അവൻ നിലവിളിക്കുന്നത് മറ്റേതോ ഭാഷയിൽ, മറ്റേതോ ഭൂമിയിൽ. ഞാൻ ഇതുവരെ കാണാത്ത തെരുവുകളിൽ അവൻ തക്കാളിച്ചാറൊഴുക്കുന്നു. ഞാനതിൽ മുങ്ങി മരിക്കുന്നു. ജനിച്ച നാടിനെ തള്ളിപ്പറയാൻ അവൻ എന്നെ നിർബന്ധിക്കുന്നു. തക്കാളി നീര് ചൂണ്ടിക്കാട്ടി രക്തം എന്ന് പറഞ്ഞ് അവൻ എന്നെ ഒഴിച്ച് എല്ലാവരെയും കബളിപ്പിക്കുന്നു. അതിരുകൾ മുഴുവൻ അവൻ കടുപ്പിച്ച് വരയ്ക്കുന്നു. ഞാൻ കേട്ടാലും ഇല്ലെങ്കിലും നിരന്തരം അവൻ എന്നെ ഉപദേശിക്കുന്നു.
ഉടലിൽ നിന്ന് പ്രാണനെ പിരിയും പോലെ ഞാൻ അവനെ കുടഞ്ഞെറിയാൻ ശ്രമിക്കുന്നു. ഭൂമിയിലെ ഏറ്റവും ശക്തമായ വേഗം കൊണ്ട് എൻ്റെ കൈകൾ ഉയർത്തി അവൻ്റെ നെറുകയിൽ ഒരാണിയടിക്കാൻ ഞാൻ ഒരുങ്ങുന്നു. അറ്റുപോയ കൈപ്പത്തിയിലെ അദൃശ്യമായ ചൂണ്ടുവിരലറ്റത്തു നിന്ന് ഒരു ചുവന്ന പുഴ കുതിച്ചു വന്നു. അറ്റുപോയ കൈപ്പത്തിയിലെ അദൃശ്യമായ ചൂണ്ടുവിരലറ്റത്തു നിന്ന് ഒരു ചുവന്ന പുഴ കുതിച്ചു വരുന്നു. കവിത, ജീവിതം, രാഷ്ട്രീയം എന്ന നമ്മുടെ സെഷൻ ഏകദേശം ഇവിടെ അവസാനിക്കാറായി. വളരെ കുറച്ച് വൈകിയാണ് തുടങ്ങിയതെങ്കിലും നമ്മൾ ഈ പറഞ്ഞ മേഖലകളിലൂടെയൊക്കെ കടന്നുപോയി എന്നാണ് വിചാരിക്കുന്നത്. ധാരാളം കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. നമ്മൾ രാഷ്ട്രീയപരമായിട്ടുള്ളതും അതുപോലെ ജീവിതപരമായും സർഗാത്മകമായും ഒക്കെ തന്നെ കവിത എങ്ങനെ സഞ്ചരിക്കുന്നു എന്നത് കൃത്യമായിട്ട് ഗോപികൃഷ്ണൻ സാറും അതുപോലെ റോഷ്നി ടീച്ചറും നമുക്ക് വേണ്ടി സംസാരിച്ചു. അപ്പോൾ മലയാള സർവകലാശാലയുടെ പേരിലും സാഹിതിയുടെ പേരിലും ഇവർക്ക് രണ്ടുപേർക്കും നന്ദി അറിയിക്കുന്നു. അപ്പം ഈ സെഷനിൽ ഇത്രയും വൈകിയും പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരെയും സാഹിതിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി.